بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نزلنا عليك القرآن تنزيلا فاصبر لحكم ربك ولا تطع منهم آثما أو كفورا واذكر اسم ربك بكرة وأصيلا ومن الليل فاسجد له وسبحه ليلا طويلا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സർവാദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ അതിൻ്റെ അവസാന ഭാഗമാണ് നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ പ്രമേയമാക്കി അല്ലാഹു തആല പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ പടച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നേരത്തെ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ച് സംവിധാനിച്ച് ആ മനുഷ്യനിൽ ഒരുപാട് കഴിവുകൾ അല്ലാഹു തആല വെച്ചുകൊടുത്തു. ഒരു സാധാരണ രൂപത്തിലുള്ള സൃഷ്ടികർമ്മം അല്ല മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിക്കുമ്പോൾ
നമുക്ക് പഠിപ്പിച്ചു തന്നത് പലതും കൂടിക്കലർന്ന് പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരുമിച്ചു കൂട്ടിയാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. എല്ലാവർക്കും അങ്ങനെ ഒരു സൃഷ്ടികർമ്മം നൽകിയെങ്കിലും ഭൂവിധാനത്തിലും പ്രാപഞ്ചിക ലോകത്തും ഉള്ള അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിനുള്ള ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും ഉള്ള തിരിച്ചറിവ് മനുഷ്യർക്കെല്ലാവർക്കും അള്ളാഹു നൽകി. ആ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് മുന്നിൽ ജീവിക്കേണ്ട യഥാർത്ഥ വഴിയും വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹുവിൻ്റെ നിയമം, അള്ളാഹുവിൻ്റെ ഒരു വിധിയും തീർപ്പും തന്നെയല്ലേ മനുഷ്യന്മാർ പലരും വിശ്വസിക്കാത്തത് എന്ന് ഒരു പക്ഷേ ചിലരൊക്കെ ചോദിച്ചേക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവ് നൽകിയതിനു പുറമെ സത്യമാർഗം ഏതെന്ന് വിശദീകരിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് അടയാളങ്ങൾ മുന്നിൽ വെച്ചു കൊടുത്ത് ബോധ്യപ്പെട്ട ശേഷവും മനുഷ്യൻ അവന്റെ സ്വേച്ഛതക്ക് വഴിപ്പെട്ട് പിന്മാറുകയാണ് ഉണ്ടായത്. എത്രയോ ആളുകളെ നമുക്ക് കാണാം, പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനാണെന്നും അത് യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ട യഥാർത്ഥ വഴിയാണ് എന്നും തിരിച്ചറിഞ്ഞിട്ടും മനസ്സിലായിട്ടും ഒരുപക്ഷെ അവർ എഴുതി പഠിപ്പിച്ചിട്ടും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ധാരാളം ആളുകളെ കാണാം. പിന്മാറ്റത്തിനു കാരണം അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് പിന്നാലെ അവർ സഞ്ചരിക്കുന്നു എന്നാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ മക്കയിൽ നിന്ന് ദീനീ ദഅവത്തിന്റെ മാർഗമായി രാജാക്കന്മാർക്ക് മുഴുവനും കത്തെഴുതിയിരുന്നു. അതിലാ കത്ത് സ്വീകരിച്ച് വായിച്ച് മനസ്സിലാക്കി ഈ എഴുതിയതും ക്ഷണിക്കുന്നതുമൊക്കെ സത്യപാന്താവിലേക്കാണ് എന്ന് പറയുകയും ശരിയായ മാർഗത്തിലേക്കാണ് നമ്മളെ വിളിക്കുന്നത് എന്ന് സ്വന്തം ആളുകളുടെ മുന്നിൽ വെച്ച് പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരു രാജാവാണ് ഹിറക്കിൽ ചക്രവർത്തി. പക്ഷേ വിശ്വസിക്കാൻ ഉള്ള ഒരുക്കത്തിൽ നിന്ന് അദ്ദേഹം പിറകോട്ട് നിന്നു. ഇനി അതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് വിശ്വാസം പ്രഖ്യാപിക്കുക, ഉൾക്കൊള്ളുക, അതിന് തയ്യാറായില്ല. കാരണം തൻ്റെ രാജാധികാരം നഷ്ടപ്പെട്ടു പോകും എന്ന ഒരു ഭീതി ആ പ്രഖ്യാപനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു കളഞ്ഞു. സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കത്ത് കിട്ടിയ ഉടനെ തൊട്ടടുത്ത നഗരപ്രദേശങ്ങളിലേക്ക് മക്കയിൽ നിന്ന് വന്ന കച്ചവട സംഘം ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ വേണ്ടി ദൂതന്മാരയച്ചത്. ഹിറക്കിൽ ചക്രവർത്തി തരാൻ വേണ്ടി നഗരപ്രദേശങ്ങളിലേക്ക് അയച്ചപ്പോൾ അബൂ സുഫിയാനെയും സംഘത്തെയുമാണ് കിട്ടിയത്. അന്ന് അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചിട്ടില്ല. ഈ സംഭവം നടക്കുന്നത് ഹിജ്റ 6-ാം വർഷത്തിലാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സംഭവത്തോടനുബന്ധിച്ച് അബൂ സുഫിയാനെ വിളിച്ച് ഹിറക്കിൽ ചക്രവർത്തി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന അബൂ സുഫിയാന്റെ ഉത്തരം ആ നാട്ടിലെ ഭാഷയിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ ഒരു പരിഭാഷകനെയും നിശ്ചയിച്ചു. കൂടെ വന്ന ആളുകളെ ഒരു ഭാഗത്തിരുത്തി രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ നേതാവിനോട് കുറേ കാര്യം ചോദിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ അത് സത്യമാണ് എന്ന് പറയണം. സത്യമല്ല, അത് കളവാണെങ്കിൽ നിങ്ങൾ അത് കളവാണ് എന്ന് തുറന്നു പറയണം. അങ്ങനെ ഒരു ഭാഗത്ത് അവരെ ഇരുത്തി അബൂ സുഫിയാനോട് ഈ കത്തെഴുതിയിരിക്കുന്ന കത്തിൽ അവസാനം ഒപ്പൊക്കെ വെച്ച് കത്ത് കൊടുത്തയച്ചിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ് ഹിറക്കിൽ ചക്രവർത്തി ചോദിക്കുന്നത്. ഓരോ ചോദ്യങ്ങളും ശ്രവിക്കുന്ന അബൂ സുഫിയാൻ പറഞ്ഞു, പിന്നീട് ഈ ചോദ്യോത്തരങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം അങ്ങനെയല്ലാതെ ഉത്തരം പറയാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അന്ന് ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കാത്ത ആളാണ് അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ വിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്നത് മക്ക വിജയത്തിൻ്റെ തലേന്നാണ്, തൊട്ടു തലേന്ന് രാത്രിയാണ്. ഈ സംഭവം നടന്ന് പിന്നെയും 2 വർഷം കഴിഞ്ഞിട്ട് അബൂ സുഫിയാനോട് ചോദിക്കുന്നു, നിങ്ങൾക്കിടയിൽ നബിയായി വന്ന ആ മഹൽ വ്യക്തിയുടെ പിതാക്കന്മാരിൽ ആരെങ്കിലും രാജാക്കന്മാരുണ്ടായിട്ടുണ്ടോ എന്ന് അബൂ ഹിറക്കിൽ ചക്രവർത്തിയുടെ ചോദ്യം. ആരെങ്കിലും ഉണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ആരുമില്ല. പിന്നീട് ഹിറക്കിൽ ചക്രവർത്തി പറഞ്ഞു, ഞാൻ എന്തിനാ അങ്ങനെ ചോദിച്ചതെന്നറിയോ? നേരത്തെ രാജാക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ രാജാധികാരത്തിൻ്റെ പിന്മുറാവകാശം വാദിച്ചു വന്ന ഒരാളാണ് എന്ന് പറയാം. അങ്ങനെയല്ലല്ലോ. പിന്നെ ചോദിച്ചു, പിതാക്കന്മാരുടെ കൂട്ടത്തിൽ നാട്ടിലെ ആളുകളെ മുഴുവനും തൊഴിലാളികളായി പലരെയും അടിമകളായി വെച്ച് വാണിരുന്ന പഴയകാലത്തെ നാട്ടുമൂപ്പൻ എന്ന് പറയും, ആ രീതിയിൽ കഴിവും പ്രാപ്തിയുള്ള ആളുകളായിരുന്നോ? അല്ല. ചോദിക്കുന്നു അബൂ സുഫിയാനോട്, കൂടെ കൂടുന്ന ആളുകൾ, ഏറ്റവും കൂടെ കൂടുന്ന ആളുകളിൽ പാവങ്ങളാണോ പണക്കാരാണോ കൂടെയുള്ളത്? അബൂ സുഫിയാൻ പറഞ്ഞു, അധികവും ഉള്ളത് ദുഅഫാ ഉന്നാസ്, ജനങ്ങളിലെ ദുർബല വിഭാഗമാണ്. രാജാവ് പറഞ്ഞു, ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവനും അങ്ങനെയാണ്. ലോകത്ത് എത്ര നബിമാർ വന്നിട്ടുണ്ടോ അവരോടൊക്കെ ഒപ്പം ആദ്യം സത്യവഴിയിലേക്ക് കടന്നു വന്നത് പ്രമാണിമാരല്ല, പ്രഭുക്കളല്ല, ആ നാട്ടിലേറ്റവും പാവങ്ങളായ സാധുക്കളായ ആളുകളാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പിന്നെ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരാൾ വിശ്വസിച്ചതിന് ശേഷം മതത്തോടോ മതത്തിൻ്റെ ആചാരത്തോടോ വെറുപ്പ് പ്രകടിപ്പിച്ച് ദേഷ്യം പ്രകടിപ്പിച്ച് പിന്തിരിഞ്ഞു പോകുന്ന സ്വഭാവമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. വന്നവരൊക്കെ അവിടെ ഉറച്ച് അവിടെ നിൽക്കുകയാണ്. രാജാവ് പറഞ്ഞു, അങ്ങനെ തന്നെയാണ് ഈമാൻ എന്ന് പറഞ്ഞത്. അത് ശരിയായ നിലക്ക് ഖൽബിൽ ഇടം പിടിച്ചാൽ പിന്നെ പിന്തിരിയൂല. ഇതൊക്കെ ഹിറക്കൽ ചക്രവർത്തി ചോദിക്കാണ്. ഇങ്ങനെ ഒരുപാട് ചോദ്യം. ആളുകൾ കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്, അനുദിനം വർദ്ധിക്കുകയാണ്. എന്താണ് നിങ്ങളോടൊക്കെ കൽപ്പിക്കുന്നത്? ആ വന്നിരിക്കുന്ന നബി നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്താണ്? അന്ന് വിശ്വസിക്കാത്ത അബൂ സുഫിയാനും പറഞ്ഞു, ഞങ്ങളോട് കൽപ്പിക്കുന്നത് ബിൽ അഫാഫി വസ്വദഖത്തി വസ്വിലത്തിൽ അർഹാം, നല്ല നല്ല കാര്യങ്ങളാണ് കൽപ്പിക്കുന്നത്. എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന വിഷയം. പരിശുദ്ധി നിലനിർത്തി മാന്യനായി ജീവിക്കണം.
കുടുംബബന്ധം പുലർത്തി ജീവിക്കണം, ജനങ്ങൾക്കിടയിൽ സൽപ്രവർത്തനങ്ങൾ ആളുകൾക്കിടയിൽ നടത്തിക്കൊണ്ട് ജീവിക്കണം. നല്ല നല്ല വിഷയങ്ങളാണ് കൽപ്പിക്കുന്നത്. കൽപ്പിക്കുന്ന വിഷയങ്ങളൊന്നും ഒരാളും എതിർക്കൂല. പിന്നെ ചോദിച്ചു, നിങ്ങൾ അദ്ദേഹവുമായി ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധം നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. യുദ്ധസമയത്ത് എങ്ങനെയായിരിക്കും അവസ്ഥ? അബൂ സുഫിയാൻ പറഞ്ഞു, ചിലപ്പോഴൊക്കെ ഉടമ്പടി നടത്തിയ അങ്ങനെ അവരെ ഭാഗം 100% ക്ലിയറാണ്, ഞങ്ങളെ ഭാഗം ഞങ്ങൾക്ക് പേടിയാണ്. കാരണം കരാർ രീതിയിൽ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങളാളുകൾ ലംഘിച്ചു കഴിഞ്ഞു. അവരെ ഭാഗത്തുനിന്ന് ഒന്നുപോലും ഒരൊറ്റ കാര്യം പോലും ലംഘിച്ചിട്ടില്ല, പിന്തള്ളിയിട്ടില്ല. എങ്ങനെയാണോ എഴുതിയത് അങ്ങനെ തന്നെ അത് പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഭാഗത്ത് ഇപ്പോൾ പേടിയാണ്. ഇത് പറയുന്നത് ആ കരാറൊക്കെ പിന്നീട് വായിച്ചു കേട്ട മക്കയിലെ പൗരപ്രധാനികളിൽപ്പെട്ട ഒരു നേതാവും കൂടിയാണ് അബൂ സുഫിയാൻ. ഒരു സാധാരണ ആളൊന്നുമല്ല. അങ്ങനെ ഒരു 10-14 ചോദ്യം ഇങ്ങനെ എണ്ണി ചോദിച്ചു. അവസാനം ഹിറക്കിൽ ചക്രവർത്തി പറഞ്ഞു, ഈ ചോദിച്ചതിന് ഈ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു അപ്പുറത്തിരിക്കുന്ന ആൾക്കാരോട്. അവർ പറഞ്ഞതൊക്കെ ശരിയാണ്. കൂട്ടത്തിൽ ചോദിച്ച ചോദ്യം തന്നെയല്ലേ, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബ്, ആ വന്ന നബിയെ എന്തെങ്കിലും കളവ് പറഞ്ഞു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുവോ? അബൂ സുഫിയാൻ പറഞ്ഞു, മാ ജറബന അലൈഹി കദിബൻ ഖത്തു, ഒരിക്കലും കളവാണെന്ന് സംശയിക്കാൻ പോകുന്ന ഒരു വർത്തമാനം പോലും ഞങ്ങൾക്കാർക്കും പരിചയമല്ല, അറിവില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റിയാണ് ഈ വിശേഷണങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞത്. ബോധ്യപ്പെട്ട രാജാവിൻ്റെ മുന്നിൽ ഇനി ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഷഹാദത്ത് പ്രഖ്യാപിക്കാം. എന്താണ് പ്രഖ്യാപിച്ചുകൂടായിരുന്നില്ലേ? ആ ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ അവസാനം നമ്മൾ വിചാരിക്കും, എന്താണ് ഉപ്ര തടസ്സം? നബിയാണ്, സത്യപ്രവാചകനാണ്, വിശ്വസിക്കാൻ നമുക്ക്. അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ വന്നിരിക്കുന്നത്, ഈ വിളിച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെ സത്യമാണ്, ഉൾക്കൊള്ളല്ലേ എന്ന് കൂടെയുള്ള ആളുകളോടൊക്കെ ഒരു ചെറിയ അന്വേഷണം എന്ന തരത്തിൽ മൂപ്പരൊന്ന് ചോദിച്ചപ്പോൾ, ഹിറക്കൽ ചക്രവർത്തി ഒന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ കൂടി എഴുന്നേറ്റു. കൂടെയുള്ള ആളുകളൊക്കെ ക്രൈസ്തവരാണ്, അവരെഴുന്നേറ്റു, രോഷാകുലരായി രാജാവിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അന്ന് വരെ സംസാരിക്കാത്ത രൂപത്തിൽ വളരെ പ്രതിഷേധാത്മകമായി അവർ പ്രതികരിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒന്നും പ്രതിഷേധിക്കേണ്ട, എല്ലാവരും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നേതാക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഹിറക്കൽ ചക്രവർത്തി ഒരു വലിയ ഹാളിൻ്റെ ഉള്ളിൽ വാതിലുകളൊക്കെ കൊട്ടിയടച്ച് ഭദ്രമായി പൂട്ടിയ ശേഷം അവരോട് മുന്നിൽ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ പറഞ്ഞ ആ കാര്യം, ആ വന്നിരിക്കുന്ന നബി, ആ റസൂല് സത്യപ്രവാചകനാണ്, സത്യദൂതനാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞ രാജാവ് വിശ്വസിക്കാൻ വേണ്ടി ഒരുമ്പെടുമ്പോഴേക്ക് അവർ എഴുന്നേറ്റു. സഭാംഗങ്ങൾ മുഴുവനും എഴുന്നേറ്റു, മുദ്രാവാക്യ വിളി തുടങ്ങി, രാജാവിനെതിരെ പ്രതിഷേധം തുടങ്ങി. രാജാവ് പേടിച്ചു, ഇംപീച്ച്മെന്റ് നടക്കും, ഇപ്പം സ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. അവസാനം നിങ്ങൾ നോക്ക്, രാജാവിൻ്റെ ഹവയാണ് അവിടെ മുന്നോട്ട് നിന്നത്. ഹവക്ക് അടിമപ്പെട്ടുകൊണ്ട് രാജാവ് പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് എത്രമാത്രം ഉണ്ട്, നിങ്ങൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചിട്ടുള്ളതെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടെ ഇരുന്നുള്ളൂ, ഞാൻ നിങ്ങളോടൊപ്പം തന്നെയാണ്. എന്താ, ദുനിയാവും ഹവയും ശൈത്താനും ഒക്കെ കൂടി അങ്ങോട്ട് പിന്തിരിപ്പിക്കുമ്പോൾ മനുഷ്യൻ വഴികെട്ട മാർഗത്തിലേക്ക് പോകുന്നു. ചില ആളുകളൊക്കെ എഴുതി വെച്ച ഖുർആനെ പറ്റി എഴുതി വെച്ച ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ നമ്മൾ ചോദിക്കും, അവസാന ഒരു ചോദ്യം, എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെയായി, വിശ്വസിച്ചില്ല. ആയത്തുകൾ ഓതിയിട്ട് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ സുദീർഘമായി പ്രഭാഷണം നടത്തിയിരുന്ന ആൾക്കാരില്ലേ, ഉണ്ട്, മുസ്ലിം നേതാക്കളുണ്ട്. ആയത്തൊക്കെ അറബിയിൽ ശരിക്ക് സ്ഫുടമായിട്ട് ഓതിയിട്ട് ഇതൊക്കെ വിശദീകരിച്ചിട്ട്, അപ്പോൾ പിന്നെ അത് കേൾക്കുന്ന ആളെ മുന്നിൽ ഇങ്ങനെ ഒരു സന്ദേഹമാണ് ബാക്കിയുള്ളത്, എന്താണ് ഇവരിങ്ങനെ.
അതിന് സഹോദരങ്ങളെ, അല്ലാഹു തആല നമുക്ക് തന്ന ഈ തൗഫീഖ് തെരഞ്ഞെടുത്തുകൊണ്ട് സത്യമാർഗം ഉൾക്കൊണ്ടുകൊണ്ട് അനുദിനം പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇപ്പോഴും അവർ പഠിച്ച് മനസ്സിലാക്കി ശരിയായ മാർഗം സ്വീകരിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ്. അതിനുള്ള വഴികളൊക്കെ അള്ളാഹു ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പല നഷ്ടങ്ങളും ആലോചിച്ചുകൊണ്ട് പിന്തിരിയുകയാണ് പലരും. അടയാളങ്ങൾ കാണാഞ്ഞിട്ടല്ലല്ലോ, ഒന്നും മനസ്സിലാകാഞ്ഞിട്ടല്ലല്ലോ അബൂജഹൽ വിശ്വസിക്കാതിരുന്നത്. കുട്ടിക്കാലത്ത് തന്നെ അബൂജഹലിന് മനസ്സിലായിട്ടുണ്ട് ഇതൊരു പ്രത്യേകതയുള്ള ആളാണ്, ഇതൊരു സാധാരണ ആളല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വേള കാണാതായപ്പോൾ തിരയാൻ വേണ്ടി പലരെയും അബ്ദുൽ മുത്തലിബ് ഏർപ്പാടാക്കി. ഒരു വഴിയിലൂടെ യാത്ര കഴിഞ്ഞ് വരുന്ന അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു മരത്തിൻ്റെ ചുവട്ടിൽ. എന്താ അൽ അമീൻ ഇവിടെ വരി, നമ്മൾ മക്കയിലേക്ക് പോകുക, അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടി. അബൂജഹൽ വാഹനത്തിലിരിക്കുകയാണ്. തങ്ങളെ വാഹനത്തിൻ്റെ പിറകിൽ കയറാൻ വേണ്ടി പറഞ്ഞു. തങ്ങൾ കയറി. കുട്ടിക്കാലം, ചെറിയ വയസ്സ്, 4 വയസ്സ് കഴിഞ്ഞ ഒരു പ്രായം. വാഹനത്തിൻ്റെ പിൻസീറ്റിൽ കയറ്റി. പക്ഷേ വാഹനം നീങ്ങുന്നില്ല. അബൂജഹൽ ഇതുവരെ സഞ്ചരിച്ചു വന്ന വാഹനത്തിന് ഇപ്പം എന്ത് കുഴപ്പം? വാഹനം നീങ്ങാത്തത് കണ്ടപ്പോൾ അബൂജഹൽ വാഹനത്തിൽ നിന്നിറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലിരുത്തി. നേരത്തെ പ്രോട്ടോകോൾ തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. മുന്നിലിരുത്തിയപ്പോൾ സുഗമമായി സുന്ദരമായി ആ വാഹനം അങ്ങോട്ട് നീങ്ങുന്നു. ഒരു കുഴപ്പവും അതിനില്ല. ആ കുട്ടിയെ മക്കത്ത് കഅബന്റെ മുറ്റത്ത് കാത്തു നിൽക്കുന്ന അബ്ദുൽ മുത്തലിബിൻ്റെ കരങ്ങളിലേക്ക് കൊണ്ടുവന്ന് അബൂജഹൽ കൊടുക്കുമ്പോൾ അബൂജഹൽ പറഞ്ഞു, ഇന്ന ലിബിനിക ഹാദാ ലശഅ്നൻ അളീമ, നിങ്ങളെ ഈ മകൻ ഒരു സാധാരണ മോനല്ല, വലിയ മഹത്തുള്ള ഒരു മോനാണ്. ആ അനുഭവത്തിൽ നിന്ന് കുട്ടിക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച് അവിടുന്ന് അങ്ങോട്ട് കൂട്ടിക്കോളൂ. വർഷങ്ങൾ, 10-40 വർഷങ്ങൾ നേർക്കുനേരെ അനുഭവിച്ച ആളാണ്. പക്ഷേ ഈമാൻ ഹിദായത്തിന് ഒരു തൗഫീഖ്, തൻ്റെ കാരണോസ്ഥാനം നഷ്ടപ്പെടും എന്ന ഒരു പേടിയും. പഴമക്കാരായ ആൾക്കാരൊക്കെ വലിയ കാരണവരായി വെച്ചത് ആളല്ലേ, വലിയ ആ നാട്ടിലേറ്റവും ഉയർന്ന അഭിപ്രായങ്ങളും മറ്റുമൊക്കെ പറയാൻ പറ്റുന്ന ഒരു കോടതിയായിട്ട് രൂപപ്പെടുത്തിയിരുന്ന വീടായിരുന്നു അബൂജഹലിൻ്റെ വീട്, അംർ ബിൻ ഹിഷാമിൻ്റെ വീട്. അപ്പോൾ ആ നേതൃസ്ഥാനവും മറ്റുമൊക്കെ പോയി പോകും എന്ന ഒരു ഭീതി കൂടി അവരെ മനസ്സിലുണ്ടായിരുന്നു. സഹോദരങ്ങളെ, അല്ലാഹു തആല മാർഗങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് വ്യക്തമാക്കി കൊടുത്ത് സ്വീകരിക്കാത്ത ആളുകൾക്ക് ശിക്ഷയും പഠിപ്പിച്ചു സൂറത്തുൽ ഇൻസാനിൽ. പക്ഷേ ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ വിഷയം ഒരു കാര്യം അവിടെ സൂചിപ്പിക്കാനാണ്. തഫ്സീറുകളിലൊക്കെ എണ്ണിപ്പറഞ്ഞൊരു വിഷയം, ശിക്ഷയെപ്പറ്റി അല്ലാഹു തആല ഒരു ആയത്തിലാണ്, ഒറ്റ ആയത്തിലാണ് ഇവിടെ ഒതുക്കിയത്. ഇന്ന അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വ അഗ്ലാലം വ സഈറ. അവിടുന്ന് അങ്ങോട്ട് ഓതിയ ആയത്തുകൾ മുഴുവനും സുദീർഘമായി ഇന്നലെ നാം പറഞ്ഞതടക്കം സവാബിൻ്റെ മാർഗമാണ്, രക്ഷയുടെ മാർഗം, റഹ്മത്തിൻ്റെ ഭാഗമാണ് ഇന്നലെ വിശദീകരിച്ചതൊക്കെ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു പാഠമുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതാണ് ഏറ്റവും മുൻതൂക്കമായി നിൽക്കുന്നത്. അദാബിൻ്റെ മേഖലയെക്കാളും നിഖ്മത്തിൻ്റെ ശിക്ഷയുടെ മേഖലയെക്കാളും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന റഹ്മത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തിയ അള്ളാഹുവിൽ നിന്ന് ഉള്ള ഖുദ്സിയായ ഹദീസിൽ കാണാം, അർശിനെ അല്ലാഹു തആല പടച്ചു വെച്ചപ്പോൾ അർശിൻ്റെ ഭാഗത്ത് അല്ലാഹു ആദ്യമായി കൊത്തിവെച്ച ഒരു കലാമുണ്ട്, ഇന്ന റഹ്മതീ ഗലബത് ഗളബീ ഇന്ന റഹ്മതീ സബഖത് ഗളബീ. എൻ്റെ റഹ്മത്ത് എൻ്റെ ഗളബിനെ മുൻകടന്നിരിക്കുന്നു, മറികടന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവിശാലമായ റഹ്മത്താണ് നിഖ്മത്തിനേക്കാൾ അധികം ഉള്ളത്.
സഹോദരങ്ങളെ, അതുകൊണ്ടാണ് സൂറത്തുൽ ഇൻസാനിൽ ഇത്രയും അധികം ഭാഗത്ത് വിശദീകരിച്ചത്. റഹ്മത്തിൻ്റെ ഭാഗമായി അല്ലാഹു തആല സജ്ജീകരിച്ച സംവിധാനിച്ച സ്വർഗീയ ലോകത്തുള്ള അവസ്ഥകളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്കുള്ള സന്തോഷങ്ങളുമല്ലേ വിശദീകരിച്ചത്. 2, 3, 4 ആയത്തിലത് ചുരുക്കിയില്ലല്ലോ. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് മുൻകടന്നിരിക്കുന്നത്. റഹ്മത്തി വസിഅത്ത് കുല്ല ശൈ, എൻ്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കൾക്കും വിശാലമായിരിക്കുന്നു. വിശാലമായതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് പഠിപ്പിച്ചത്. ശിക്ഷയുടെ ഭാഗം അല്ലാഹു തആല ചുരുക്കി പറഞ്ഞു. രക്ഷയുടെ മാർഗവും സവാബിൻ്റെ മാർഗവും ജസാഇൻ്റെ മാർഗവും നീട്ടി പരത്തി പറഞ്ഞു. അത് പ്രതീക്ഷയ്ക്ക് വലിയ വക നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് വിശാലമായിട്ടുള്ളത്. ഇരുലോകത്തും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനാണ് വിശാലതയുള്ളത്. ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. റഹ്മത്താണ് വിശാലമായിട്ടുള്ളത്. സഹോദരങ്ങളെ, ദുനിയാവിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമായിട്ടുള്ളത് തന്നെയാണ്. വിശ്വസിക്കാത്ത ആളുകൾക്കും വിശ്വസിക്കാനും പഠിക്കാനും ഉള്ള സന്ദർഭങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. എത്ര മുന്നോട്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും ഒരു നിലക്കും മനസ്സിലാക്കാതെ വരുമ്പോൾ അവസാനം റബ്ബ് സുബ്ഹാനഹു വ തആല വലിയൊരു പരീക്ഷണവും വലിയ ശിക്ഷയും നൽകുകയാണ്. അവരുടെ സ്വന്തത്തിലും കുടുംബത്തിലും സാമ്പത്തിക രംഗത്തും ഭരണരംഗത്തുമൊക്കെ പരീക്ഷണങ്ങൾ നൽകുന്നത് പഠിക്കാനും മാറി ചിന്തിക്കാനുമുള്ള വകുപ്പായിട്ടായിരുന്നു. ഒരു നിലക്കും പഠിക്കാതെ വരുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനം ഒരു പരീക്ഷണവും ഒരു ശിക്ഷയും നൽകിയിട്ട് അവരെ അങ്ങ് ഒതുക്കി നിർത്തുന്നു. അതിനു മുമ്പ് ഒരുപാട് സംഗതികൾ അല്ലാഹു നൽകുന്നുണ്ട്. നിങ്ങൾ നോക്ക്, കഅബ പൊളിക്കാൻ വന്ന ഒരു രാജാവല്ലേ അബ്രഹത്ത് രാജാവ്. അബ്രഹത്തിൻ്റെ കൂടെയുള്ള എത്ര ആളുകൾ അന്ന് പക്ഷികളുടെ കൊക്കിൽ നിന്നും അവരെ നാവിൽ നിന്നുമുള്ള കല്ലുകളെ കൊണ്ട് എത്ര ആളുകൾ മരണമടഞ്ഞു. ആ ദിവസം അദ്ദേഹത്തെ അല്ലാഹു മൂത്താക്കിയില്ലല്ലോ. മക്കയിൽ നിന്ന് വീണ്ടും യമനിലേക്ക് ആ മനുഷ്യനെ ചുമന്നുകൊണ്ടുപോയി. അയാളുടെ വയറിങ്ങനെ വികസിച്ച് വീർത്ത് വലിയ അസുഖം ബാധിച്ച് അയാളുടെ വയറ് പൊട്ടിപ്പോയി. ഒരുപാട് ഗുരുതരമായ രോഗങ്ങളെ കൊണ്ട് അയാൾ അങ്ങനെ കഴിയുമ്പോൾ ഈ പക്ഷികൾ അല്ലാഹു തആല ശിക്ഷയ്ക്ക് വേണ്ടി ഇറക്കിയതാണ് എന്നും കൂടെയുള്ള ഒരുപാട് ആളുകൾ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഒക്കെ മനസ്സിലാക്കി മാറി ചിന്തിക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു നൽകിയിട്ടും മാറി ചിന്തിക്കാതെ വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോയപ്പോൾ അവസാനം റബ്ബ് സുബ്ഹാനഹു വ തആല അയാൾക്ക് അവസാനത്തെ ശിക്ഷയും കൊടുത്തു. അങ്ങനെയല്ലേ രാജാക്കന്മാരുടെ കഥകളൊക്കെ നോക്കുമ്പോൾ കാണുന്നത്. എല്ലാവരുടെയും അവസ്ഥയിൽ അങ്ങനെയാ കാണുന്നത്. അത് അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമായിട്ടാണ്. ദുനിയാവിൽ അത്രയും നീട്ടിക്കൊടുത്തതും അത്രയും സന്തോഷാവസ്ഥകൾ നൽകിയതുമൊക്കെ അങ്ങനെയാണ്. റഹ്മത്താണ്, റബ്ബിൻ്റെ റഹ്മത്താണ് വിശാലമായത്. ആ റഹ്മത്ത് ഒരു ടീമിന് മാത്രം അല്ലാഹു ഒതുക്കി വെക്കുന്നൊരു സമയം ഉണ്ട്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന സക്കാ. ഫസഅക്തുബുഹാ, ആ റഹ്മത്തിനെ നാം ക്ലിപ്തപ്പെടുത്തും, ചുരുക്കി കൊടുക്കും, കണക്കാക്കി കൊടുക്കും. ലില്ലദീന യത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് മാത്രം. പിന്നീട് പരലോകത്ത് അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് അവർക്ക് മാത്രം. ദുനിയാവിൽ അല്ലാഹു തആല റഹ്മത്തും കാര്യങ്ങളുമൊക്കെ ഇരുന്നു. പക്ഷേ മനുഷ്യൻ പലപ്പോഴും ആ മേഖലകളിലേക്ക് പോകാതെ മാറിപ്പോയി. ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇത്രയും ഭാഗങ്ങളിൽ 22 ആയത്ത് വരെ പരലോകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് വിശദീകരിച്ചത്. ഇനി ദുനിയാവുമായി ബന്ധപ്പെട്ട കുറഞ്ഞ കാര്യങ്ങൾ പറയട്ടെ. ബാക്കിയുള്ള ആയത്തുകളിൽ തുടക്കം തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു വിഷയമാണ് ആദ്യം ഇന്ന് പറയുന്നത്. ഇന്നാ നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീലാ. ഇന്നാ നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആൻ,
അങ്ങയുടെ മേൽ പരിശുദ്ധ ഖുർആനിനെ ഘട്ടം ഘട്ടമായി നാമാണ് അവതരിപ്പിച്ചു തന്നത്. വേറെ ആരും അല്ല ഖുർആൻ തങ്ങൾക്ക് ഇറക്കി തന്നത് നമ്മളാണ്. എങ്ങനെ? നസ്സൽനാ അലൈക, അങ്ങയുടെ മേൽ ഖുർആനിനെ ഗഡുക്കളായി ഘട്ടം ഘട്ടമായി നാം അവതരിപ്പിച്ചു തന്നു. ഇതുപോലെ ലോകത്ത് അല്ലാഹു ഒരു ഗ്രന്ഥത്തെയും ഇങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല. തൗറാത്ത് ഇറക്കിയത് എങ്ങനെയാണ്? ഒരൊറ്റ കൂട്ടമായിട്ടാണ്. ഇഞ്ചീൽ ഇറക്കിയത് എങ്ങനെയാണ്? ഒരൊറ്റ തവണയായിട്ടാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ സബൂറും ഇറക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ സത്യനിഷേധികൾ ചോദിച്ചത് ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലത്തൻ വാഹിദ, എന്താ ഖുർആന് മറ്റു ഗ്രന്ഥങ്ങളെപ്പോലെ ഒറ്റയടിക്കങ്ങ് ഇറക്കിക്കൊടുക്കാത്തത് എന്ന്. അല്ലാഹു തആല പറഞ്ഞു, ഖുർആനിന് പല പ്രത്യേകതകളും ഉണ്ട്, കൂട്ടത്തിൽ ഒരു പ്രത്യേകതയാണത്. ബാക്കിയുള്ളതൊക്കെ നോക്ക് നിങ്ങൾ, ഖുർആനിൻ്റെ അവതരണത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഖുർആൻ അല്ലാഹു തആല ഇറക്കിക്കൊടുത്തത് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഒന്നാമത്തെ പ്രത്യേകത. അതുകൊണ്ടാണ് നസ്സൽനാ അലൈക, തങ്ങളെ മേൽ നമ്മളാണ് ഇറക്കിത്തന്നത്. ഖുർആൻ ഏതെങ്കിലും ആളുകളിൽ നിന്ന് പകർത്തി എഴുതിയിട്ട് മനപ്പാടമാക്കിയിട്ട് ചൊല്ലുന്ന കവിതകളായിട്ട് പലരും അതിനെ ചിത്രീകരിച്ചിരുന്നു. അല്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് അത്രയും താക്കീത് ചെയ്ത് പറഞ്ഞത് ഇന്നാ നഹ്നു, നമ്മൾ തന്നെയാണ് ഖുർആനിനെ ഇറക്കിയത്. മറ്റൊരു വശത്തിലൂടെയും ഉണ്ടാക്കിയൊരു കൃതിയല്ല, വേറെ രൂപത്തിലൂടെയും ഉണ്ടാക്കിയ രൂപഭാവങ്ങളല്ല. ചിലർ പറഞ്ഞു കവിതകളാണെന്ന്, ചിലർ പറഞ്ഞു ജ്യോതിശാസ്ത്രമാണെന്ന്, ചിലർ പറഞ്ഞു മെസ്മരിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില വിദ്യകളാണെന്ന്. ഇതൊക്കെ ഖുർആനെ പറ്റി പറഞ്ഞതിന് ഗണ്ണനമായിട്ടാണ് അല്ലാഹു പറഞ്ഞത്, അല്ല, ഇന്നാ നഹ്നു നസ്സൽനാ, നമ്മളാണ് ഇറക്കിയത് ഖുർആനിനെ, അലൈക, തങ്ങളെ മേൽ ഇറക്കി എന്നത് വലിയൊരു ബഹുമാനമാണ്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത കിതാബ്, ആ കിതാബിനാണ് ഏറ്റവും വലിയ ബഹുമാനമുള്ളത്. ഘട്ടം ഘട്ടമായിട്ട് ബാക്കിയുള്ളതൊക്കെ അല്ലാഹു തആല ഒരൊറ്റ തവണയായിട്ട് അങ്ങോട്ട് കൊടുത്തപ്പോൾ ഖുർആനിൻ്റെ അവതരണത്തിന് അല്ലാഹു തആല 23 വർഷക്കാലം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അതിനു വേണ്ടി നിയോഗിച്ചു. ആ 23 വർഷങ്ങളിലായി വിവിധ ഘട്ടങ്ങളിലായി ഖുർആനെ അല്ലാഹു തആല ഇറക്കി. എന്തിന്? ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർത്തീല. നബിയേ, ഖുർആൻ അങ്ങനെ ഘട്ടം ഘട്ടമായി ഇറക്കിയത് ഒന്ന്, അങ്ങയുടെ മനസ്സിന് നല്ല സ്ഥൈര്യം നൽകാൻ വേണ്ടിയാണ്, നല്ല സമാധാനവും മാനസിക വിശാലതയും സന്തോഷവും കൂടുതൽ നൽകാൻ വേണ്ടി. ലിനുസബ്ബിത ബിഹി ഫുആദക, അങ്ങയുടെ ഫുആദിന്, അങ്ങയുടെ മനസ്സിന്, ഹൃദയത്തിന് ഒരു ചാഞ്ചല്യം ഉണ്ടാകരുത്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങലോടുകൂടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വലിയ ശർഹു സ്വദർ, വലിയ വിശാലത, മാനസിക വിശാലത, ഇൽമു കൊണ്ടുള്ള വിശാലത അല്ലാഹു തആല അധികരിപ്പിച്ചു കൊടുത്തു. ലോകത്ത് മറ്റൊരാൾക്കും നൽകാത്ത വിശാലത. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ടാണ് ദിനേന ആയിരക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ മക്കയിലും മദീനയിലും മറ്റു ഭാഗങ്ങളിലൊക്കെ വിശുദ്ധ ദീനിലേക്ക് ഇങ്ങനെ ഖുർആൻ്റെ ഓത്ത് കേട്ടിട്ട് ചിലർ ചോദിച്ചതിന് ഉത്തരം ഖുർആനിലൂടെ ഓതിക്കൊടുത്തിട്ട്, മറ്റു ചിലർ ചില സംശയങ്ങളുമായി വന്നപ്പോൾ ആ സംശയത്തിന് മറുപടിയായിട്ട് അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത അറിവ് വല്ലാത്തൊരറിവായിട്ട് അവർക്കത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പഠിക്കാനും കഴിഞ്ഞു. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളിലാണ് ചോദിച്ചത്? ഒരുപാട് വിഷയങ്ങളിലല്ലേ തങ്ങളോട് ചോദിച്ചത്, 1-2 കാര്യങ്ങളല്ലല്ലോ ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്കൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ജവാബ്, മറുപടി കൃത്യമായിട്ട് രൂപപ്പെടുത്തി കൊടുത്തപ്പോൾ ജനങ്ങൾക്ക് അറിവ് വർദ്ധിച്ച് അവരെ മനസ്സും വിശാലമായി. തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വിശാല മനസ്കതയ്ക്ക് ഏറ്റവും ഹേതുകരമായത് ഖുർആനിൻ്റെ അവതരണമാണ്. എന്താ മാനസിക വിശാലതക്ക്? അങ്ങനെ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊന്നും അത്ര മാനസിക വിശാലതക്കുള്ള ഗ്രന്ഥങ്ങളല്ലേ? അതും ഇതും വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. ഖുർആൻ ഇറക്കിക്കൊടുത്തത് മനസ്സിലേക്കാണ്.
മറ്റേത് ഏട്ടിലും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളിലും പലകയിലുമായിട്ട് അങ്ങോട്ട് ഇറക്കിയത്. ഖുർആൻ ഇറക്കിക്കൊടുത്തത് അങ്ങനെയല്ല. ഖുർആൻ ഇറക്കിക്കൊടുത്തത് എവിടേക്കാണ്? നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. ഖുർആനുമായിട്ട് റൂഹുൽ അമീൻ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. അങ്ങയുടെ കൽബിലേക്കാണ് ഖുർആൻ ഓതിത്തന്നത്. ബാക്കിയുള്ളത് ഏടുകൾ നോക്കിയിട്ട്, പലകകൾ നോക്കിയിട്ട്, അങ്ങനെ പ്രത്യേക ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതായിരുന്നു ഇഞ്ചീലും തൗറാത്തും സബൂറും. അതുപോലെ തന്നെ അമ്പിയാക്കൾക്ക് പലർക്കും നൽകിയ സ്വഹീഫത്തുകളും. ഖുർആൻ അങ്ങനെയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പരിശുദ്ധ ഖുർആനിന് പ്രത്യേകം കോപ്പി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. പരിശുദ്ധ ഖുർആനിന് ആദ്യമായി ഒരു കോപ്പി എഴുതി തയ്യാറാക്കുന്നത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. ഖുർആയിൽപ്പെട്ട പലരും വഫാത്തായി പോകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഖൈറായ അഭിപ്രായം അല്ലാഹു തആല ഇട്ടുകൊടുത്തു. ദീനീ രംഗത്ത് അങ്ങനെ ഒരു ഖൈറായ മാർഗം സ്വീകരിക്കാൻ പറ്റൂല എന്നാ പറയുന്നെങ്കിൽ നബിതങ്ങൾ കൊണ്ടുവന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരില്ലേ? ഇപ്പോഴുള്ള ഖുർആനൊന്നും എടുത്ത് ഓതാൻ പാടില്ല. നബിതങ്ങളെ കാലത്ത് എഴുതിയിട്ടുണ്ടാക്കിയാണ് അങ്ങനെ ഒരു കോപ്പി ആയിട്ട് എന്താ? അന്നങ്ങനെ ഖുർആൻ ഒരു കോപ്പി ആയിട്ട് എഴുതിയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ എടുത്ത് ഓതുക? പിന്നെ എങ്ങനെ അതെടുത്ത് പഠിക്കുക? അല്ല, ബാക്കിയൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞ്? സ്വഹാബത്ത് ദീനിൽ തെളിവല്ല എന്നല്ലേ അങ്ങനെ പറഞ്ഞു? സ്വഹാബത്ത് ദീനിലെല്ലാം തെളിവല്ല, എന്നാലല്ലേ അവനാൻ്റെ അഭിപ്രായം നടക്കുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ആദ്യം അങ്ങനെ മുഖവരുണ്ടാക്കിയാലേ തോന്നും പോലെ എഴുതാൻ പറ്റുള്ളവരൊന്നും. കേരളത്തിൽ തിരുത്താതെ എഴുതി വെച്ച എഴുത്തുകളിൽ ഇന്നുള്ളത് നിലനിൽക്കുന്ന ഒന്നാണത്. കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്ത പോലെ സ്വഹാബത്തും ദീനിൽ തെളിവല്ല. കേരളത്തിലെ മുസ്ലിയാക്കന്മാരെ വിട്ടേക്ക് അവർ ഉൾക്കൊള്ളണ്ട. സ്വഹാബത്തിന് എന്തിനാണ് അതിനോട് താരതമ്യപ്പെടുത്തി എഴുതിയത്? സ്വഹാബത്തിനെ അംഗീകരിക്കണമെന്നും പിൻപറ്റണമെന്നും അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നൊരു വിഷയമാണ്. ലോകത്ത് നിങ്ങൾ വിശ്വസിക്കേണ്ട വിശ്വാസം ആരെപ്പോലെയാണ്? സ്വഹാബത്തിനെ പോലെയാണ്. നിങ്ങൾ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങളുടെ ഉദാഹരണം ആരെപ്പോലെ ചെയ്യണം? സ്വഹാബത്തിനെ പോലെ ചെയ്യണം. നിങ്ങൾ ദീനീ രംഗത്ത് ഖിദ്മത്തെടുക്കണം, അധ്വാനിക്കണം. ആരെപ്പോലെ? സ്വഹാബത്തിനെ പോലെ. എല്ലാറ്റിനും ഉദാഹരണമായിട്ട് മാതൃകയായിട്ട് അല്ലാഹു തആല തന്നത് സ്വഹാബത്തിനെയാണ്. പിന്നെ അവരെ സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ദീനാണുള്ളത്? പിന്നെ എന്ത് ഇസ്ലാമാണുള്ളത്? പിന്നെ ആ ഉള്ളതിന് ഇസ്ലാമൊന്നും ദീനൊന്നും പറയാൻ പറ്റുമോ? അത് കുറച്ചാൾക്കാരിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടൊരു അഭിപ്രായം രേഖപ്പെടുത്തി എന്നല്ലാതെ അതിന് ദീനൊന്നും ഇസ്ലാമും പറയാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഖുർആനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴുള്ള ഖുർആൻ്റെ പ്രതികളും കോപ്പികളൊന്നും എടുക്കാൻ പാടില്ല. കാരണം തങ്ങളെ കാലത്ത് ഖുർആൻ ഒരു കോപ്പിയായിട്ട് എഴുതി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അന്ന് ഖുർആനുള്ളത് ഖുർആൻ ഹാഫിദുകളുടെ മനസ്സിലാണ്. ചുരുക്കം ചില ആളുകൾ എല്ലിൻ കഷ്ണങ്ങളിലും തോലിലും മരക്കഷ്ണങ്ങളിലൊക്കെ എഴുതി വെച്ച ചില്ലർ ആയത്തുകൾ. അധികവും സ്വഹാബത്തിൻ്റെ മനസ്സിലാണ് അന്ന് ഖുർആനുള്ളത്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഖുർആൻ ക്രോഡീകരണത്തിന് ഏൽപ്പിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹുവിനോടും ഉമർ റളിയല്ലാഹുവിനോടും, അവിടെ കാണുന്ന വലിയ ഒരു പർവ്വതം കണ്ടില്ലേ? ആ പർവ്വതം അതിൻ്റെ ആണിക്കല്ലിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ മുന്നിൽ വെച്ച് തരണം എന്നാ പറഞ്ഞെങ്കിൽ ഇതിനേക്കാളും എളുപ്പമായിരുന്നു അത്. കാരണം ഖുർആൻ ക്രോഡീകരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഗതിയല്ല. അത് സ്വീകരിക്കാൻ അത്രയും സാക്ഷികളും കാര്യങ്ങളൊക്കെ വേണം ആയത്തുകൾ ക്രോഡീകരിക്കുന്നിടത്ത്. പക്ഷേ ഏത് ആയത്ത് വന്നാലും ഏത് സൂറത്തിൽ എവിടെയെന്ന് സ്വഹാബത്തിനെ പഠിപ്പിച്ചിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ തന്നെ അവരത് ഹിഫ്ലാക്കിയിരുന്നു, മനസ്സിലാക്കി വെച്ചിരുന്നു. അപ്പോൾ ആ പരിശുദ്ധ ഖുർആൻ സ്വഹാബിമാരുടെ കാലത്ത് വിരചിതമായി എന്നുള്ളത് കൊണ്ട് അതിനെ തള്ളാൻ പറ്റൂല. ദീനിൽ ഏറ്റവും വലിയ തെളിവായിട്ട് അംഗീകരിക്കപ്പെടേണ്ട മഹാന്മാരാണ് സ്വഹാബിമാർ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് 23 വർഷക്കാലം കൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് അല്ലാഹു തആല ഇറക്കിയതാണ്. അത്രയും വലിയ സ്ഥൈര്യവും ധൈര്യവും അല്ലാഹു തആല ഖുർആനിലൂടെ നൽകി. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവനും ഉത്തരം ഖുർആനിലൂടെ.
ഇനി എന്തെല്ലാം വിഷയങ്ങൾ ലോകത്ത് പരിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ ലോകത്ത് പുലരാനുണ്ട്. ഇനിയും വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ വഹിയ തമുറു മർറസ് സഹാബ് സുൻ അല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈഇ. പർവ്വതങ്ങൾ നോക്കുമ്പോൾ നീ കാണുന്നത് പർവ്വതങ്ങൾ ഉറച്ച രീതിയിലാണ്, കുലുങ്ങാത്ത, നടക്കാത്ത, അനങ്ങാത്ത രീതിയിലല്ലേ കാണുന്നത്. ആ പർവ്വതം വഹിയ തമുറു മർറസ് സഹാബ്, മേഘത്തിൻ്റെ വേഗതയിൽ പർവ്വതം സഞ്ചരിക്കുന്നൊരു ഘട്ടം വരുമോ? വരും. ലോകത്ത് വരാനിരിക്കുന്നൊരു സംഭവമാണ്. ലോകത്ത് കഴിയാത്ത ഇനിയും ഒരുപാട് സംഭവങ്ങൾ ലോകത്ത് നടക്കാനുണ്ട്. ഖിയാമത്ത് നാള് ലോകത്ത് സംജാതമാകുന്നതിൻ്റെ മുമ്പ് ഒന്നാമത്തെ ഊത്ത് ലോകത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതുന്നതിൻ്റെ മുമ്പ് നടക്കുന്ന 6 കാര്യങ്ങളും അതിനുശേഷം നടക്കുന്ന 6 കാര്യങ്ങളും മൊത്തം 12 കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി അല്ലാഹു സൂറത്തു തക്വീറിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇദ ശംസു കുവ്വിറത്ത് എന്ന് തുടങ്ങുന്ന സൂറത്തു തക്വീറിൽ ഖിയാമത്ത് നാളിൻ്റെ ശരിയായ ചിത്രം അറിയേണ്ടവർ സൂറത്തു തക്വീർ ഓതത്തെ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതൊക്കെ ലോകത്ത് നടക്കാനിരിക്കുന്നതാണ്, പുലരാനിരിക്കുന്നതാണ്. ദാബത്തുൽ അർള് എന്ന് പറയുന്നൊരു ജീവി വരാനുണ്ട്. ഖുർആൻ പറയുന്നില്ലേ, ദാബത്തുൽ അർളി തുകല്ലിമുഹും, ജനങ്ങളോട് സംവദിക്കുന്ന ദാബത്തുൽ അർള് വരാനുണ്ട്. ജനങ്ങളോടത് സംസാരിക്കുമോ? സംസാരിക്കും. അന്നന്നാസ കാനൂ ബി ആയാതിനാ ലാ യൂഖിനൂൻ. ലോകത്തിതുവരെ വന്നിട്ടില്ല, വരാനുള്ളൊരു സംഗതിയാണ് ദാബത്തുൽ അർള്. ദാബത്തുൽ അർള് വരുമ്പോൾ ആളുകൾ പല ഭാഗത്തും തടിച്ചുകൂടും. പക്ഷേ ഈമാനുള്ളവരും ഈമാനില്ലാത്തവരും വേർതിരിച്ച് അറിയും. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അന്ന് വരെ മുഅ്മിനായി നടന്ന ചില ആളുകൾ ഈമാനില്ലാത്ത രൂപത്തിൽ രൂപപ്പെടും. ദാബത്തുൽ അർള് വന്ന് ശരീരത്തിൽ ഒന്ന് സ്പർശിക്കുമ്പോൾ മുഖത്തിൻ്റെയും നെറ്റിയുടെയും മൂക്കിൻ്റെയും ഭാഗത്ത് ഒന്ന് സ്പർശിച്ചാൽ ഈമാനുള്ളവൻ്റെ മുഖവും ഈമാനില്ലാത്തവൻ്റെ മുഖവും രണ്ട് രൂപത്തിലാവും. കോലം മാറും. ഒരത്ഭുത ജീവിയാണ്. പുറപ്പെടാനിരിക്കുന്നേ ഉള്ളൂ, പുറപ്പെട്ടിട്ടില്ല. മക്കയിൽ നിന്നത് പുറപ്പെടും, പുറത്തേക്ക് വരും, ഇവിടൊക്കെ വരും, എല്ലാ ഭാഗത്തും വരും. ജനങ്ങൾ വലിയ അത്ഭുതത്തോടെ കാണാനുള്ള ഒന്നാണ്. അങ്ങനെ എന്തെല്ലാം സംഗതികൾ ലോകത്തിനി നടക്കാനുണ്ട്. ആ നടക്കാനിരിക്കുന്ന സംഗതികളൊക്കെ ഇപ്പോഴും ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. നടക്കൂല എന്ന് പറയാൻ കഴിയോ? നടക്കൂല എന്ന് പറയാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല കടലിൻ്റെ അടിയിലുള്ള കടലിൻ്റെ ആഴിയിൽ തിരമാലകൾക്ക് മേലെ തിരമാലകൾ, മുകളിലുള്ളതല്ല, ആഴിയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും അതിനെ സംശയിച്ചിരുന്നു. പക്ഷേ രൂക്ഷമായി കടൽക്ഷോഭമുണ്ടായി. എങ്ങനെയാണ് ഈ രൂപത്തിൽ കടലിങ്ങനെ ഇളകിപ്പുറപ്പെട്ടതെന്നും കടലിങ്ങനെ രൂക്ഷമായി പ്രതികരിച്ചതെന്നും ഒന്ന് മനസ്സിലാക്കി നോക്കുമ്പോൾ പല ആളുകളും പറഞ്ഞു, കടലിൻ്റെ അടിയിൽ രൂപപ്പെട്ടു വരുന്ന വലിയ തിരകൾ അത് പുറത്തേക്ക് പൊട്ടി അങ്ങ് പിളർന്നപ്പോൾ ഈ രൂപത്തിൽ ഒരു സുനാമി. അല്ലാഹു തആല പറഞ്ഞു, മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബ്. അത് മേലെ കാണുന്നതല്ല, ഉപരിഭാഗത്ത് കാണുന്നതല്ല, താഴ്ഭാഗത്ത്. ആ രൂപത്തിൽ എന്തെല്ലാം അല്ലാഹു തആല ഖുർആനിലൂടെ വിശദീകരിക്കുന്നു, പഠിപ്പിക്കുന്നു. ഖുർആൻ പഠിപ്പിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓതുന്ന അത്ഭുതങ്ങളായിട്ട് കാണുന്ന, പേടിയോടുകൂടെ ജനങ്ങൾ വീക്ഷിക്കേണ്ട മറ്റൊരു വിഭാഗമല്ലേ യജൂജ് മഅജൂജ്. അവരുണ്ടെന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ? നിഷേധിക്കാൻ കഴിയുമോ? അത് ജനങ്ങളെ ദൃഷ്ടിയിൽപ്പെടാത്ത സ്ഥലങ്ങൾ ലോകത്ത് ഇനിയും ഉണ്ട് ഇല്ല എന്നാ പറയുന്നത്? ഉണ്ട് എന്നാ. ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ആൾക്കാർ കണ്ടെത്തി കഴിഞ്ഞോ? ക്യാമറ പോയി പിടിച്ചു കഴിഞ്ഞോ? യജൂജ് മഅജൂജ് അത് ചെറിയൊരു വിഭാഗമൊന്നുമല്ലല്ലോ. ഇത്രയും വലിയ വിഭാഗത്തെ എവിടെയാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്? ചൈനയിലെ വൻമതിലൊന്നുമല്ല. അത് ആൾക്കാർ ഫോട്ടോ എടുത്ത് കൊണ്ടുവരാൻ തുടങ്ങി.
പക്ഷേ ദുൽഖർനൈൻ ചക്രവർത്തി അങ്ങനെ ഒരു വൻമതിലുണ്ടാക്കിയ സംഭവം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. ഇങ്ങനെ ഒരു സമൂഹം ലോകത്തേക്ക് പുറപ്പെടാനിരിക്കുന്നു. ആ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് ലോകത്ത് കുറേ അടയാളങ്ങൾ കാണും എന്ന് അല്ലാഹു തആല വിശദീകരിച്ചത് പലതും ലോകത്ത് വെളിവായി. പലതും ലോകത്തിങ്ങനെ വെളിവായി തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഏറ്റവും പൂർണ്ണാർത്ഥത്തിൽ മദ്യനിർമാർജനം നടപ്പിലാക്കിയ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ഒരു കോണിലും ഇല്ലാത്ത രൂപത്തിൽ എല്ലാ ഭാഗത്തു നിന്നും അത് എടുത്തു മാറ്റിയിരുന്നു. മദ്യാസക്തരായ ആളുകൾ അന്നത്തെ കാലത്തുള്ള അതിൽ അഡിക്റ്റായ ആളുകൾ ഇന്നത്തെ രൂപത്തിലുള്ള പോലെയല്ല, കുറച്ചുകൂടി ഊക്കിലായിരുന്നു. അവർ കുടിച്ച് കുടി മൂത്തിട്ട് അതിൻ്റെ ആ രസം കൂടുമ്പോൾ തന്നെ അവർ പറയുന്നത് ഇതാമിത്തു ഫദ്ഫിന്നി ഇലാ ജംബി കിർമത്തി എന്നാണ്. മരിച്ചാലും കിട്ടണം ഈ ആസ്വാദനം. അതുകൊണ്ട് ഖബറിൻ്റെ മേലെ ഒരു മുന്തിരിവള്ളി നട്ടുപിടിപ്പിക്കണം. അതിൻ്റെ വേര് താഴോട്ടിങ്ങനെ വരുമ്പോൾ ഒരു പുളിപ്പ് ആസ്വദിക്കാനാണ്. അവിടെ കുടിച്ച് കിടക്കുകയാണ് പരിപാടി. അത്രയും കൂടെ മസ്ത് ബാധിച്ച് ലക്ക് കെട്ട് ആളുകൾ പറഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരുന്നു സഹോദരങ്ങളെ? മദ്യഭ്രാന്ത്. അങ്ങനെയുള്ള മദ്യഭ്രാന്തിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്തിയിട്ട് കരകയറ്റിയിട്ട് പൂർണ്ണമായും മദ്യനിർമാർജനം നടത്തിയിട്ട് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ ഉമ്മത്തിൻ്റെ അവസാന കാലത്ത് വരുന്ന ആളുകൾ ഇത് ഹലാലാക്കും. ഇത് ഹലാലാക്കും. എൻ്റെ ഉമ്മത്ത് എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിലേക്ക് തന്നെ ചേർത്തിക്കോളൂ. മുസ്ലിം ഉമ്മത്തിലേക്ക് എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ തങ്ങളെ സ്വീകരിച്ച ഉമ്മത്ത് തന്നെ കൂട്ടിക്കോളും. ഇത് ഹലാലാക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിശയത്തോടുകൂടെ സ്വഹാബത്ത് ചോദിച്ചു, നബി എങ്ങനെ, കൈഫ, എങ്ങനെ ഹലാലാക്കും? മഖദ് ബുയ്യിന ഫീഹി മാ ബുയ്യിന. വിശദീകരിക്കേണ്ടത് മുഴുവനും അല്ലാഹു വിശദീകരിച്ചു കൊടുത്തിട്ടില്ലേ? എന്താണ് അതുകൊണ്ട് കിട്ടാനുള്ളത് എന്ന് മുഴുവനും അല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് മദ്യപാനം കൊണ്ട് കിട്ടാനുള്ളത്? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ്. അല്ലാഹുവിൻ്റെ ചിന്തയിൽ നിന്ന് പൂർണ്ണമായും മാറ്റും. നിസ്കരിക്കാൻ കഴിയില്ല. മാതാപിതാക്കളെയും മക്കളെയും ബഹുമാനിക്കാനും നോക്കാനും പോറ്റി വളർത്താനും കഴിയില്ല. കുടുംബ കലഹം രൂക്ഷമായി ഉണ്ടാകും. അയൽവാസികൾക്കിടയിൽ തർക്കം വരും, കൊലപാതകങ്ങൾ വരും, അക്രമങ്ങൾ നാട്ടിൽ വർദ്ധിക്കും, വിദ്വേഷങ്ങൾ പെരുകും. ഇതൊക്കെയല്ലേ ഉണ്ടായിത്തീരുന്നത്? അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. ഇതൊക്കെ വിശദീകരിച്ചിട്ട് പിന്നെങ്ങനെ നബിയെ ഈ ഉമ്മത്തിൽപ്പെട്ട അവസാന കാലക്കാരെ ഹലാലാക്കുന്നത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു, 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, സയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. ഖംറിന് അതിൻ്റെ പേരല്ലാത്ത വേറെ പേര് പറഞ്ഞുകൊണ്ട് അവർ ഹലാലാക്കുന്നു. ഉസ്താദ് എന്താ ഖുർആനിൽ പറഞ്ഞ ഖംറല്ല, അത് ആൽക്കഹോൾ, അത് വ്യത്യാസമുണ്ട്, ഇത് കുടിക്കാം, കുഴപ്പമില്ല. ഇത് പറഞ്ഞതല്ല, ഇത് വേറെയാണ്, ഇത് ബിസ്ക്കിയാണ്, ഇത് പറ്റും, ഇതിന് കുഴപ്പമില്ല. ആ ഖംറ് എന്നല്ലേ അവിടെ പറഞ്ഞ്? ആദ്യം അങ്ങനെ എഴുതിയിട്ടില്ല, അതിങ്ങനെ എഴുതിയത്. പേര് മാറ്റി പറഞ്ഞുകൊണ്ട് ഹലാലാക്കും. എത്ര യാഥാർത്ഥ്യമാണ് തങ്ങളാ പറഞ്ഞത്! എത്ര സത്യ സഹോദരങ്ങളെ ആ പറഞ്ഞ ആ വചനം അത് പുലർന്നില്ലേ ലോകത്ത്? അനുഭവിക്കുന്നവരല്ലേ നമ്മിൽ പലരും. ഖുർആനിലൂടെ ഹദീസിലൂടെ ആ പറഞ്ഞത് പിന്നെ ഈ മദ്യം എന്നുള്ള അർത്ഥത്തിൽ എല്ലായിടത്തും വിൽക്കുന്ന ആ നീര് അതങ്ങനെ വാങ്ങി കുടിക്കണ്ടെന്നേ ഉള്ളൂ. ഇതിന് പ്രശ്നമല്ല, ഇത് ചെറിയ പൊടിയാണ്. ഇതിങ്ങനെ ഒരു ആസ്വാദനത്തിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ചവച്ചരച്ച് ഒരു ചെറിയൊരു ആസ്വാദനം ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് പൊടിയാണ്, മറ്റേ വേറെ അല്ലേ. അന്നത്തെ കാലത്തുള്ള ഖംറൊന്നും പൊടിയല്ലല്ലോ. ഉണ്ടാ രൂപഭാവങ്ങൾ മാറിയിട്ടുള്ള മുസ്കിർ, ലഹരി, മസ്താകുന്ന വസ്തു അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. യമനിൽ നിന്ന് മദീനയിലേക്ക് വന്ന ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. എന്താന്ന് വെച്ചു, ചില പാനീയങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അത് ഒരു മൺപാത്രത്തിൽ നിറച്ചിട്ട്
ആ മൺപാത്രത്തിലേക്ക് ചില നീരുകളും മറ്റുമൊക്കെ ചില മരങ്ങളിൽ നിന്നും മറ്റുമൊക്കെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീരുകളൊക്കെ ആ പാത്രത്തിലേക്ക് നിറച്ച് ഒരാഴ്ച അവർ അത് ഒരു കുഴിയിലായിട്ട് അടച്ച് സൂക്ഷിച്ച് പിന്നത് ഒരാഴ്ച കഴിയുമ്പോൾ ആ കുഴിയിൽ നിന്ന് മൺപാത്രം എടുത്ത് അത് അവരങ്ങനെ കോരിക്കുടിക്കും. തങ്ങൾ ഉടനെ ചോദിച്ചു, ആ മുസ്കിറുൻ ഹുവ? ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരെടുത്ത് കോരിക്കുടിക്കുന്നത് മസ്താക്കുന്ന സാധനമാണോ? അതെ, അതിൽ മസ്തുണ്ട്, ലഹരി ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ മസ്തുണ്ടോ ലഹരി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. ഹുവ ഹറാമുൻ, സംശയിക്കേണ്ടത് നിഷിദ്ധമാണ്, ഹറാമാണ്. ഇനി രൂപഭാവങ്ങൾ മാറ്റിയിട്ട് എന്ത് പേരും വെച്ചോളൂ, വിഷയം എങ്ങനെ തന്നെയാണ്. അതിനി വാസനിച്ചു കൊണ്ടാണെങ്കിലും പുകപ്പിച്ചുകൊണ്ടാണെങ്കിലും അല്ല, ഇനി ഞരമ്പിലേക്കുള്ളതാണെങ്കിലും ശരി, ഒക്കെ അതിൻ്റെ രൂപം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ലോകത്തോട് ഇപ്പോഴും ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് മാറണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഏറ്റവും ദുരന്തപൂർണമായൊരവസ്ഥയാണിത് അല്ലേ? പലതും നിർത്തലാക്കാൻ വേണ്ടി പല പരിശ്രമങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പരിശ്രമം നിർത്തലാക്കാൻ വേണ്ടി നടക്കുന്ന എവിടെയും കാണുന്നില്ല. ഇത് ഓരോ വർഷം കൂടുമ്പോഴും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബീവറേജ് ഇത്ര തുറന്നു എന്ന് പ്രഖ്യാപിക്കണം. അതിൻ്റെ അർത്ഥം ഇത്രയും ആൾക്കാർ തല്ലി മരിക്കണം എന്നർത്ഥം. അങ്ങനല്ലേ? കഴിഞ്ഞ വർഷത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഈ വർഷം കുറേ ഓപ്പൺ ആയിട്ടുണ്ട് പലയിടത്തും. ആ രൂപത്തിൽ ഇതിങ്ങനെ വികസിക്കുന്നതും തുറക്കുന്നതൊക്കെ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ പ്രവചനം ലോകത്ത് പുലരുന്നതിൻ്റെ ഭാഗമായി പലതും നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇന്നാ നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീല, തങ്ങൾക്കുമേൽ നാം ഖുർആനെ ഇറക്കിത്തന്നു, അവതരിപ്പിച്ചു തന്നു. തൻസീൽ എന്നൊരു പ്രത്യേക അവതരണം മറ്റു ഗ്രന്ഥങ്ങളൊന്നും അവതരിപ്പിച്ചതുപോലെയല്ല. ഏറ്റവും അധികം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ ഓരോ ഘട്ടത്തിലായി വരുന്നു. അന്ന് ഉള്ള ആ പരിശുദ്ധ ഖുർആനിൻ്റെ ആ അവതരണത്തിൽ അല്ലാഹു തആല അവതരിപ്പിച്ചത് മറ്റു ഗ്രന്ഥങ്ങളെപ്പോലെയല്ലല്ലോ. ഖുർആൻ ലോകത്ത് നിലനിൽക്കുന്നതും എല്ലാ കാലത്തേക്കും മതിയാകുന്നതും എല്ലാ ജനങ്ങളിലേക്കും ഉത്ബോധനം ഒരേ രൂപത്തിൽ തൃപ്തികരമാകുന്നതും പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയാണ്. ഏത് നാട്ടിലേക്ക് ആര് പോയാലും ഇത് തന്നെയല്ലേ ഖുർആനുള്ളത്, വേറെ ഖുർആനുണ്ടോ? ഇല്ല. എല്ലാവർക്കും പഠിക്കാനുള്ള ഖുർആൻ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടുതൽ സമാധാനം അല്ലാഹു നൽകിയത് ഖുർആനിലൂടെയാകുമ്പോൾ ഖുർആൻ പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നു, നമുക്കും സമാധാനത്തിൻ്റെ മാർഗമാണ് അല്ലാഹു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും സമാധാനം കിട്ടിയത് ഖുർആനിൻ്റെ അവതരണത്തിലാണെങ്കിൽ ആ ഖുർആൻ തന്നെയാണ് നമ്മുടെയും സമാധാനത്തിൻ്റെ മാർഗം. നമ്മളും സ്വീകരിക്കേണ്ട വഴി ഖുർആൻ തന്നെയാണ്. ഖുർആനിൻ്റെ ഓത്തും ഖുർആനിൻ്റെ ബറക്കത്തും ഖുർആനിൻ്റെ ബഹുമാനവും ഖുർആനിൻ്റെ സൂക്ഷിപ്പും ഇതൊക്കെ നമ്മുടെയും ജീവിതത്തിൻ്റെ പതിവാകണം. എല്ലാ ദിവസവും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുകയും ഓതി പഠിപ്പിക്കുകയും സ്വഹാബിമാരിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഖുർആനല്ലേ തങ്ങൾ ഏറ്റവും അധികം ലോകത്ത് പഠിപ്പിച്ചത്. പരിശുദ്ധ ദീനിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും നന്നായി പഠിപ്പിച്ചത് ഖുർആനാണ്. സഹോദരങ്ങളെ, ഖുർആനിൻ്റെ ഓത്ത് നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബറക്കത്തിൻ്റെ മാർഗമാണ്. നിങ്ങൾ ഏത് ചികിത്സ നടത്തുന്നുണ്ടോ ആ ചികിത്സയുടെ ഒക്കെ കുറവ് ലഭിക്കാൻ ഖുർആനാണ് നന്നായി ഓതേണ്ടത്. ഖുർആൻ നന്നായി ഓതുന്ന വീടുകളിൽ വലിയ ബറക്കത്താണ്. എൻ്റെ വകയല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതങ്ങനെയല്ലേ, ലാ തജ്അലൂ ബുയൂതക്കും മഖാബിർ, നിങ്ങളുടെ ഭവനങ്ങളെ മക്ബറകളെപ്പോലെയാക്കരുത്. പോയി നോക്കൂ, ഖബർസ്ഥാനിൽ ഖുർആൻ ഓതുന്ന ആരെങ്കിലും ഉണ്ടോ ഈ നേരത്ത്? എവിടെയെങ്കിലും ചില്ലറ ഭാഗത്ത് അല്പം ഖത്തപ്പറ കെട്ടി ഓതുന്നുണ്ടാകും. അതേ സമയത്ത് സഹോദരങ്ങളെ, എന്നും ഖുർആൻ ഓതുന്ന വീടാകണം വീട്.
മക്ബറകളെപ്പോലെ ശ്മശാന മൂകമാകരുത്. മക്ബറയിൽ ഓതരുത് എന്നുള്ളീനല്ലേ ഈ ഹദീസ്. മക്ബറകളെപ്പോലെ വീട് ആകരുത്. വീട്ടിൽ എന്നും ഖുർആനോത്ത് നടക്കണം. ഖുർആനോതുന്ന വീട്ടിൽ എപ്പോഴും മലക്കുകളുടെ കാവലുണ്ട്. അവരുടെ തസ്ബീഹുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്. ഖുർആൻ ഓതുന്ന വീടുകളിൽ മലക്കുകൾ കാവലിന് സദാസമയത്തും വരുന്നു. അള്ളാഹുവിനോട് കാവലിന് വേണ്ടി അവർ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ മലക്കുകളുടെ യഥാർത്ഥ രൂപത്തിലല്ലാതെ മലക്കുകൾ വന്ന് നിൽക്കുന്ന രൂപഭാവം, വിളക്കുകൾ ഓരോന്നും കത്തിച്ച് വെച്ച രീതിയിൽ കണ്ട സ്വഹാബിയല്ലേ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. എന്താണെന്ന് മഹാനവറുകൾക്ക് മനസ്സിലായില്ലല്ലോ. രാത്രി ഖുർആൻ ഓതിയപ്പോഴല്ലേ അങ്ങനെ ഒരു മേഘം. ആ മേഘത്തിൽ മുഴുവനും നല്ല വെളിച്ചം. ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് കുറേ വിളക്കുകൾ കത്തിച്ചു വച്ചാൽ എത്ര സൗന്ദര്യമുണ്ടാകും. അതുപോലെ അതേ ഒരു മേഘം തായോട്ടിങ്ങനെ വന്നിട്ടുണ്ട്. ഫീഹ അംസാലുൽ മസ്വാബി. നബിയെ, എൻ്റെ വീടിൻ്റെ നേരെ മേലെ കുറേ വിളക്കുകളുടെ രൂപത്തിൽ ഒരു മേഘം ഞാൻ കണ്ടു. ചോദിച്ചു, എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഉസൈദേ? ഇല്ല നബിയെ, എനിക്കറിയില്ല എന്താണാ വന്നത് എന്ന്. തിൽക്കൽ മലായികത്തു ദനത് ലിസൗതിക. നിങ്ങൾ ഖുർആൻ ഓതുന്ന ശബ്ദം അത് അനുകരിച്ചുകൊണ്ട് മലക്കുകൾ തായോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. നേരം വെളുക്കും വരെ നിങ്ങൾ ഓതിയിരുന്നുവെങ്കിൽ ലാ തതവാറ അൻഹും, ജനങ്ങളിൽ നിന്ന് മറയാതെ പള്ളിയിൽ വന്ന ആളുകൾക്കൊക്കെ അത് കാണാമായിരുന്നു. ആ കത്തിച്ചു വെച്ച വിളക്കിന്റെ രൂപങ്ങൾ മലക്കുകളാണത്. മലക്കുകളാണെന്ന് മഹാനവറുകൾക്കപ്പം മനസ്സിലായിട്ടില്ല. സുബൈക്ക് നിസ്കാരത്തിന് പോയി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് മലക്കുകളാണ് ആ വന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ പരിശുദ്ധ ഖുർആൻ ഓതുന്ന വീട്ടിൽ. അതാണ് നമ്മൾ താമസിക്കുന്ന വീടും പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ തറവാട് വീടും തമ്മിലുള്ള മാറ്റം. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ തറവാട് വീടൊക്കെ നോക്ക് നിങ്ങൾ. ആ തറവാട്ട് വീട്ടിലൊക്കെ അംഗസംഖ്യ കൂടുതലുണ്ടാവും. ഒരു 20-22, ചെറിയതാ പറഞ്ഞിട്ടോ, 20-22 പേരക്കുട്ടികളും മക്കൾ കൂട്ടുമ്പോൾ 30-35 ഇങ്ങനെ പോകും ഒരു തറവാട് വീട്. പക്ഷെ ഒരാൾക്കും ഒരാളെ കണ്ടുകൂടായ്മയോ കേട്ടുകൂടായ്മയോ അല്ലെങ്കിൽ സ്വരച്ചേർച്ച വിഷയമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, തികയാത്തതൊന്നുമില്ല. എല്ലാവർക്കും നല്ല റാഹത്തും നല്ല സന്തോഷവും, ജീവിക്കാനും ഇബാദത്തെടുക്കാനും താമസിക്കാനൊക്കെ വലിയ റാഹത്തുമായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള മികച്ച ബന്ധമായിരുന്നു. എന്നും ഖുർആൻ ഓതുക എന്നുള്ള ഒരു സ്വഭാവം അത് വീടുകളിൽ നിലനിർത്തണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉമ്മമാരതിനു വേണ്ടി നല്ല സജ്ജീകരണങ്ങൾ വീട്ടിൽ മക്കൾക്കും മറ്റും ഒരുക്കി കൊടുക്കണം. അത് ഖുർആനോത്ത് മുടക്കാന്നുള്ള ഒരു രീതി പിന്നീട് വരും എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആനോത്ത് മുടങ്ങുന്നൊരു സ്വഭാവം വരാനുണ്ട്. മുടങ്ങും. വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീഥി ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം. വമിനന്നാസി, ജനങ്ങളിലുണ്ട്, മനുഷ്യരിലുണ്ട്, മൻ യശ്തരി ലഹുവൽ ഹദീസ്, വിനോദോപകരണങ്ങൾ വാങ്ങുന്നവരുണ്ട്. അതിൽപ്പെട്ട ഒന്നാണിത്, വിനോദോപകരണം. എന്തിന്? ലിയുളില്ല അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതിന് വേണ്ടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുക കൊണ്ട് എന്താണ് ഉദ്ദേശം? മഹാനവറുകൾ പറഞ്ഞു, ഖുർആനോത്ത് മുടങ്ങലാണ്. വളരെ സത്യമാണ്. ഖുർആനോത്ത് മുടങ്ങലാണ്. കഴിഞ്ഞ വർഷത്തെ മുമ്പത്തെ വർഷത്തൊക്കെ റമദാനിലെ ഖുർആനോത്തിൻ്റെ കണക്ക് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. അതിൻ്റെ തൊട്ട് മുമ്പ് 2 വർഷം മുമ്പ് 2-3 ഖത്മ് തീർത്തവർ കഴിഞ്ഞ വർഷം 30 ആകുമ്പോഴേക്ക് ഒരു ഖത്മ് കൂടി ആയില്ല. എന്താ കാരണം എന്ന് പറയുന്നത്? കാരണം അതാണ് പരിപാടി. 85 വയസ്സായ ആൾ എന്താ കാട്ടിനെന്ന് അറിയില്ല, അങ്ങോട്ടും കൂടെ നീക്കി വെക്കണം. എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് നേരം കളിയാണ്. വെറുതെ ആവശ്യത്തിന് നോക്കാനും തുറക്കാനും കേൾക്കാനുള്ളതാണത്. ഇപ്പം അങ്ങനെ ഇത്തിക്കാഫിരിക്കള്ള എത്ര സമയമാണ് ആൾക്കാർ കൊല്ലുന്നത്. ചില അവാർഡ് കൊടുക്കേണ്ട ചില മഹാന്മാരുണ്ട് 2:30 വരെ. ലാസ്റ്റ് കണ്ണ് പുളിക്കുമ്പോൾ ഒന്നിങ്ങനെ ഉറങ്ങാണ്. അവർക്കുണ്ടോ സുബി? 2:30-3 മണി വരെ അവർ റൂമിലേക്ക് നോക്കണമെങ്കിൽ ലൈറ്റ് അങ്ങനെ കാണുന്നുണ്ടാവും. മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ മുഖത്ത് ലൈറ്റ് അങ്ങനെ കാണുന്നുണ്ടാവും. ഇപ്പം പിന്നെ പുറത്താരും കേൾക്കാതിരിക്കാൻ വേണ്ടി കാതിൽ ഫിറ്റ് ചെയ്യുന്ന ഉപകരണങ്ങൾ കൂടി വന്നതോടുകൂടി സജീവത കൂടി ഒന്നുകൂടി. അങ്ങനെയാണ്.
മുമ്പ് അപ്പുറത്തുപുറത്തുള്ളവൾ കേട്ടാലോ എന്നുള്ള പേടിണ്ടായിരുന്നു, പോവില്ലല്ലോ. അപ്പോൾ സ്വന്തം കാതിലേക്ക് തന്നെ ഫിറ്റ് ചെയ്ത് വെക്കാലോ. സുബൈക്ക് എണീക്കണവരെ എത്ര ആൾക്കാരാ ഖുർആനൊത്ത് മുടക്കിയത്. എന്നാൽ നിങ്ങൾ വിചാരിക്കോ പള്ളിയിൽ പോകുന്ന പുരുഷന്മാർ സഹോദരിമാർ തെറ്റിദ്ധരിക്കരുത്, പള്ളിയിൽ പോകുന്നത് കൊണ്ട് അവരവിടുന്ന് ഖുർആനോതും ഇല്ല. എല്ലാ പള്ളികൾക്കും വരാന്തകൾ ഉണ്ടാക്കിയത് വലിയൊരു ഭാഗ്യമാണ്. ആ വരാന്തകളിൽ കാലും നീട്ടിയിരുന്ന് അവിടുന്ന് വായിക്കും. ഏറിയ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഖുർആൻ മറിച്ച് ഓതിയിട്ടുണ്ടാകും. പക്ഷേ 10 മിനിറ്റിനേക്കാളും അധികം 2, 2.5, 3 മണിക്കൂർ ഇതുമായിട്ട് തപസ്സിരിക്കും. നിങ്ങൾ നോക്ക്, മഹാന്മാരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അംർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു എന്ന മഹാൻ ഷാബാൻ മാസം വന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് കച്ചവടം നിർത്തി ഖുർആനോത്ത് തുടങ്ങിയ മഹാനാണ്. ഖത്മുകളുടെ എണ്ണം തീർക്കാൻ വേണ്ടിയിട്ട് കച്ചവടം നിർത്തി. ഷാബാനായി എന്ന് കേൾക്കുമ്പോഴേക്ക് കച്ചവടം നിർത്തി. എന്താണ് അവരും ഖുർആനുമായിട്ടുള്ള ബന്ധം? നമുക്ക് അല്ലാഹു തആല ഖുർആൻ ഇറക്കി തന്നത് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളൊരു പരാതിയാണ് നമ്മളെപ്പറ്റി കാര്യമായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരത്രിക ലോകത്ത് പറയുന്ന പരാതി ഒറ്റൊന്നാണ്. എന്താണ് നബി തങ്ങൾ പറയുന്ന പരാതി? വഖാലർ റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഖുർആൻ പറയുന്നു വഖാലർ റസൂലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, പാരത്രിക ലോകത്ത് നമ്മയൊക്കെ പ്രതി ചേർത്ത് പറയരുത്, നമ്മൾ ഖുർആനുമായി നല്ല ബന്ധം വേണം, ഖുർആനെ അംഗീകരിക്കണം. എന്താണ് അന്ന് പറയുന്നൊരു പരാതി? യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, എൻ്റെ സമൂഹം ഈ ഖുർആനിനെ ബഹിഷ്കരിച്ചു, ഈ ഖുർആനിനെ കയ്യൊഴിഞ്ഞു. അവരെ ഉപ്പാപ്പമാര് ഓതിയതുപോലെ ഓതിയില്ല, ഖത്മു തീർത്തതുപോലെ തീർത്തില്ല, പഠിക്കേണ്ടതുപോലെ പഠിച്ചില്ല, ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടില്ല. പൂർവീകര് ഖുർആൻ പഠിച്ചതുപോലെ പഠിക്കണം, പഠിപ്പിക്കണം, ഓതണം, ബഹുമാനിക്കണം, നന്നായി ഖുർആനുമായി ആത്മബന്ധം പുലർത്തണം. അതുകൊണ്ടല്ലേ അവർക്ക് അവസാനം ഖുർആൻ കേട്ടുകൊണ്ടും ഖുർആൻ ഓതിക്കൊണ്ടൊക്കെ വഫാത്താകാൻ കഴിഞ്ഞത്. ഖുർആൻ ഓതിക്കൊണ്ടല്ലേ ഉമ്മമാരെ ബീവി നഫീസ് റളിയല്ലാഹു അൻഹ വഫാത്തായത്. മരണമാകും എണ്ട് വിണ്ടില് ഓതി അൻആമാനെ, മനിതാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. സൂറത്തുൽ അൻആം ഓതിയ മഹദി സാധാരണ ഒരു മഹദിയാണ് എന്ന് കരുതരുത്. കിടക്കാനുള്ള ഖബർ കുഴിച്ചതിൽ 30 ഖത്മോദിയിട്ടുണ്ട്. കിടക്കാനുള്ള ഖബറിൽ പോയി കിടക്കാനുള്ള ഖബറിൽ മണ്ണറയിൽ 30 ഖത്മ് ഓതി തീർത്തിട്ടുണ്ട് നഫീസ ബീവി റളിയല്ലാഹു അൻഹ. ആ മഹദി 30 വർഷമായി നോമ്പ് നോറ്റുകൊണ്ട് വഫാത്താകണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മഹദിയാണ്. വഫാത്തിന്റെ നേരത്തും ഓതുന്നത് സൂറത്തുൽ അൻആമാണ്. സൂറത്തുൽ അൻആമിൽ 2 റിപ്പോർട്ടുകൾ കാണാം. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ എന്ന് സ്വർഗ്ഗക്കാരെ പറ്റി അള്ളാഹു പറഞ്ഞ ആയത്ത് ഓതി അത് നിർത്തിയ ഉടനെയാണ് വഫാത്ത് സംഭവിച്ചത് എന്ന്. അല്ല, കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല സുമ്മ താബ മിൻ ബഅദിഹി ഫാസുലഹ ഫഅന്നഹു ഗഫൂറുർ റഹീം എന്ന റഹ്മത്തിന്റെ പ്രതീക്ഷയുള്ള ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ഓതി നിർത്തിയിട്ടാണ് വഫാത്ത് നടന്നത് എന്നും കാണാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കൾ വന്ന് വെട്ടുമ്പോൾ ഖുർആൻ ഓതിരല്ലേ? സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം എത്തിയിട്ടില്ലേ ഓതിയിട്ട്? ഖുർആൻ ഓതിയിട്ട് വഫാത്താകാൻ കഴിയാന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭാഗ്യമാണ്. പൂർവീകരി എത്ര ആളുകൾ അങ്ങനെ. ഇനിയില്ലെങ്കിൽ സഹോദരങ്ങളെ കേട്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം ഷാഫി മാവതങ്ങൾ കിട്ടിയ ഭാഗ്യം അതല്ലേ? ശിഷ്യന്മാർ ചുറ്റും കൂടി നിന്ന് സൂറത്ത് യാസീൻ ഓതുന്നതിൻ്റെ ഇടക്കാണ് ഷാഫി മാവതങ്ങൾ വഫാത്തായി പോകുന്നത്. എത്രമാത്രം വലിയ ഭാഗ്യമാണതൊക്കെ. ഞാൻ പറഞ്ഞു വന്നത് ഖുർആനുമായുള്ള ബന്ധം കൂടുതലാക്കണം. ഇന്നാ നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീലാ, തങ്ങൾക്ക് നാം ഖുർആനിനെ അവതരിപ്പിച്ചു തന്നു. തൻസീലൻ, ഒരു പ്രത്യേക അവതരണം, ലോകത്തൊരു ഗ്രന്ഥത്തിനും നൽകിയ അവതരണം അല്ല. അതേ മറ്റൊരു ഗ്രന്ഥവും ഇതുപോലെ കാലതാമസം എടുത്ത് അല്ലാഹു ഇറക്കിയിട്ടില്ല. മറ്റൊരു ഗ്രന്ഥവും ഇതുപോലെ ഖൽബിലേക്ക് അല്ലാഹു ഇറക്കിയിട്ടില്ല.
ഏടുകളിലും പലകകളിലുമായിട്ട് ഒറ്റയടിക്കാണതൊക്കെ ഇറക്കിയത്. തങ്ങൾക്ക് ഇറക്കിയത് അങ്ങനെയല്ല, മാറ്റമുണ്ട്, ഒരുപാട് മാറ്റമുണ്ട് നബിയെ. അതുകൊണ്ട് ഖുർആൻ തങ്ങൾ നന്നായി സ്വീകരിക്കണം. പരിശുദ്ധ ഖുർആൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്നായി സ്വീകരിച്ചു. ഉമ്മമാരെ ഖുർആൻ മഹദിമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ധാരാളം ഓതിയിട്ടുണ്ട്. ഓതി അർത്ഥം ചിന്തിച്ച് ഒരു ആയത്ത് തന്നെ പലതവണ ഓതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ വെച്ച് ഖുർആൻ അങ്ങനെ ഓതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കരയുകയാണ്. എന്താണ് ബീവി കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മഹദി പറയുന്നത് ഒരായത്തിന്റെ തഫ്സീർ ആലോചിച്ച് കരയുകയാണ്. വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. സൂറത്തുൽ മുഅ്മിനൂനയിൽ മുഅ്മിനീങ്ങൾക്ക് കുറേ അടയാളങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞിടത്ത് അല്ലാഹു തആല പറഞ്ഞു വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജില. അതേ, കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നവർ, നിർവഹിക്കേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചവർ. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിയിലാണ്, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറക്കുന്നു, വല്ലാതെ പേടിയിലാണ്. എന്താണ് അവരെ മനസ്സിന് പിടിപെടുന്ന പേടി? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണല്ലോ എന്നൊരു ഭയം. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂലെ, ഈ പറഞ്ഞത് ആരെ പറ്റിയാണ്? കുറേ തെറ്റുകുറ്റങ്ങൾ ചെയ്തു കൂട്ടി ജീവിച്ച ആളുകളെ പറ്റിയാണോ? അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ല ആയിഷ, അവരാരാന്നറിയോ? എല്ലാ നിസ്കാരങ്ങളും നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്, സക്കാത്തൊക്കെ കൊടുത്തിട്ടുണ്ട്, സുഹൃതങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. പക്ഷേ മനസ്സിലൊരു വല്ലാത്ത പേടിയുണ്ട്, ഇതൊക്കെ അല്ലാഹ് കബൂൽ ചെയ്യുമോ? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ്. എൻ്റെ ഈ നിസ്കാരം അതിന് മതിയാകുമോ? എൻ്റെ ഈ നോമ്പതിന് പറ്റുമോ? എൻ്റെ ഈ സക്കാത്ത് അതിന് പറ്റിയതാണോ? സുഹൃതങ്ങളൊക്കെ അതിന് പര്യാപ്തമാണോ എന്ന് ചിന്തിച്ച് പേടിയോടെ ജീവിക്കുന്നവരാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് ഓതിയിട്ട് ഇതാരാണ് എന്ന് ആലോചിച്ചുകൊണ്ട് മഹദി അങ്ങനെ കരയാണ്. അപ്പം അവരും ഖുർആനുമായിട്ടുള്ളൊരു ടച്ച് നോക്ക് നിങ്ങൾ. ഖുർആൻ കഴിയൊഴിക്കരുത്. നമ്മളെ ഓരോരുത്തരുടെ വീട്ടിലും ഉപ്പ ഉമ്മ വല്ലിപ്പ വല്യമ്മമാരൊക്കെ ഖുർആൻ കയ്യിലെടുത്ത് ഇരുന്ന് ഓതി മക്കളും പേരമക്കളൊക്കെ ചുറ്റും ഇരുന്ന് ഓതുന്നൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കണം. അപ്പോഴേ നമുക്ക് ഭാവിയിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഖുർആൻ ഓതുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കണം. പഴയ കാലത്തൊക്കെ അങ്ങനെ ഒരു ഇഷാമാരിബിൻ്റെ ഇടയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഖുർആനോത്ത് കേൾക്കുന്ന സ്ഥലം വരുമായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി അന്തിപ്പാതിര നേരത്ത് ഊര് ചുറ്റുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് ഖുർആനോത്ത് കേൾക്കുന്ന മഹാനവറുകൾ സുബിഹി വരെ ആ ഖുർആനോത്ത് കേട്ടിട്ട് അവിടെ ഇരുന്നു. സുബിഹി ആകാൻ നേരത്ത് ഫജർ സ്വാദിക്ക് വെളിവായപ്പോഴാണ് സുബിഹി ആയല്ലോ പടച്ചോനെ, ഞാൻ ഇത്രയും നേരമാണ് ഇവിടെ ഇരുന്നത്. ഖുർആനോത്ത് കേട്ടിട്ട് അങ്ങനെ അർത്ഥം ചിന്തിച്ചിരുന്നു പോയതാണ്. അന്തിപ്പാതിര നേരത്ത് ഒരു വീട്ടിൽ നിന്നുള്ള ഖുർആനോത്ത്, ആ ഓത്തിൽ രണ്ട് ആയത്തുകൾ ആ വീട്ടിൽ ഖുർആൻ ഓതുന്ന ആൾ ആവർത്തിച്ചിങ്ങനെ ഓതുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പോകുന്ന യാത്ര ഒരു ഭാഗത്ത് നിർത്തിയിട്ടൊരു ഭാഗത്ത് ഇരുത്തി ചിന്തിപ്പിച്ചു. സൂറത്തു തൂറിലെ അള്ളാഹുവിൻ്റെ 2 വാണിംഗ്, ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ. ഒരുപാട് സത്യസാക്ഷ്യങ്ങൾ അല്ലാഹു തആല എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന അദാബ റബ്ബിക ലവാഖിഉ, നിന്റെ റബ്ബ് നിശ്ചയിച്ച ശിക്ഷ അത് നടക്കുക തന്നെ ചെയ്യും, സംഭവിക്കുക തന്നെ ചെയ്യും. മാ ലഹു മിൻ ദാഫിഉ, പ്രതിരോധിക്കാൻ ഒരു ശക്തിയും ലോകത്തില്ല. ഏതെല്ലാം ഭാഗങ്ങളിൽ ദുരന്തങ്ങൾ നടന്നു, ആര് പ്രതിരോധിച്ചു? ഇപ്പോഴും പേര് നിർവചിക്കാത്ത രോഗത്തിൻ്റെ പേരിൽ പേടിയിൽ നടക്കുകയാണ് ലോകം മുഴുവനും. അതിനൊരു പേരാരൊക്കെ പറഞ്ഞിട്ടപ്പോൾ ആ പേരെല്ലാവരും തസ്ബീഹോടങ്ങനെ ചൊല്ലി നടന്നു. ഇപ്പോഴും എന്താ സംഗതി ആർക്കും പിടുത്തം കിട്ടിയിട്ടില്ല. ഇനിയും വരുമോ എന്നുള്ളൊരു ആശങ്കയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു അദാബ് ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുമ്പോൾ പ്രതിരോധിക്കാൻ എന്താ ഉള്ളത്? അമേരിക്കയിൽ വലിയൊരു അദാബ് വന്നു, ആരാ പ്രതിരോധിച്ചത്? തടയാൻ എന്ത് ഉപകരണം ഉണ്ടായത് അവരെടുത്ത്? ലോകത്തെ വലിയ തൊള്ളേ കൊള്ളാത്ത വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്ന
കിബർ ഏറ്റവും കൂടുതൽ ആർക്കാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റിയ ആൾക്കാരാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? 3000-ലധികം ഏക്കർ സ്ഥലങ്ങളൊന്നായിട്ട് കത്തി നശിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കോടിക്കണക്കിന് നഷ്ടം സംഭവിച്ചിട്ട് അല്ലാഹു തആലാന്റെ അദാബ് വന്നാൽ ആർക്ക് പ്രതിരോധിക്കാൻ കഴിയും? പല ഭാഗങ്ങളും ഉരുൾപൊട്ടലുണ്ടായി, ആർക്ക് തടയാൻ കഴിഞ്ഞ്? ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ. പ്രതിരോധിക്കാൻ ലോകത്താർക്കും കഴിയില്ല, തടയാൻ കഴിയില്ല. ഈ ആയത്തിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുന്നത്. മഹാനവറുകൾ വല്ലാതെ ചിന്തയിലാണ്ടുപോയി. പരിശുദ്ധ ഖുർആനിന്റെ ആ 2 ആയത്തുകളും മഹാനവറുകളെ ഒരുപാട് നേരം ഇരുത്തി ചിന്തിപ്പിച്ചു. അതുമാത്രമല്ല, നമ്മുടെ വിഷയം പാതിരാ സമയത്തും വീടുകളിൽ നിന്ന് കേട്ടിരുന്നത് ഖുർആനാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ ഓതാൻ ഏറ്റവും അഫ്ളലായ സമയം അത് സുബഹിന്റെ ശേഷമല്ല, സുബഹിക്ക് മുമ്പാണ്. ഇനിയും ഒരു ടൈം വരാനുണ്ടല്ലോ, ചേർത്ത് ഞാൻ കൂട്ടത്തിൽ പറയട്ടെ. ഖുർആനോത്തിന് ഏറ്റവും അഫ്ളലായ സമയം എൻ്റെ വക പറയല്ല, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. അഫ്ളലുഹു വസ്സഹർ. ഖുർആനോത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം അത്തായത്തിൻ്റെ നേരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട ഖുർആൻ ഓതിയിരുന്ന നേരമാണത്, അത്തായത്തിൻ്റെ നേരം. നീണ്ടതൊന്നും ഓതാൻ കഴിയില്ലെങ്കിൽ ഒരു പേജെങ്കിലും ഓതിക്കോളൂ. റമളാനല്ലേ വരുന്നത്, റമളാനിൽ അത്തായത്തിൻ്റെ നേരത്തെ എഴുന്നേൽക്കൂലേ? അത്തായത്തിൻ്റെ നേരത്തെ എഴുന്നേൽക്കണം. രാത്രി കഴിവിൻ്റെ പരമാവധി വൈകാതെ കിടക്കണം. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണമെങ്കിൽ ചില്ലറ കഴിച്ച്, കൂടുതൽ കഴിച്ചാൽ പിന്നെ എണീക്കാൻ പ്രയാസമാണ്. ചില്ലറ കഴിച്ച് വേഗം ഉറങ്ങുക. നേരത്തെ എഴുന്നേൽക്കുന്ന സ്വഭാവം ഉണ്ടാക്കുക. നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഉളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് കുറച്ചെങ്കിലും ഖുർആൻ ഓതുക. എന്നും അത് പതിവാക്കുക. ജീവിതത്തിൽ അത്രമാത്രം വലിയ ഖൈറുള്ള മറ്റൊന്നില്ല. അന്തിപ്പാതിര നേരത്ത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതുന്ന ഓത്ത് കേട്ടിട്ടല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് മുശ്രിക്കുകളുടെ ഭാര്യമാർ തടിച്ചുകൂടിയത്? ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസല്ലേ. സിദ്ദീഖ് തങ്ങളെ ആ ഓത്തിൻ്റെ മാസ്മരികത, പരിശുദ്ധ ഖുർആനിൻ്റെ വശ്യമനോഹാരിതയിലുള്ള ഓത്ത്, അത് കേട്ടിട്ട് ആരെയും പോസ്റ്റർ അടിച്ച് വിളിച്ച് വരുത്തിയതല്ല. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതി മഹാനവറുകൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരമാണ്. ഫർള് നിസ്കാരം വന്ന് നിയമമായിട്ടില്ല. ഫർളിൻ്റെ മുമ്പ് വന്നിട്ടുണ്ട് സുന്നത്ത് നിസ്കാരം, അതും സ്വലാത്തുൽ ലൈൽ. ഫർളിൻ്റെ മുമ്പ് വന്ന നിസ്കാരമാണ്. ആ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതി നിസ്കരിക്കുന്നു. ഈ ഖുർആൻ ഓതുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചാണ്. ഓത്ത് കേട്ടിട്ട് മുശ്രിക്കുകളുടെ ഭാര്യമാരും മക്കളും അതുപോലെ തന്നെ സഹോദരിമാരും വീട്ടുമുറ്റത്തവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഖുർആൻ കേൾക്കാൻ വേണ്ടിയിട്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയുന്നില്ല അവർ ഒരുമിച്ച് കൂടിയത്. പിന്നെ അവരുടെ ഭർത്താക്കന്മാർ വന്ന് പിറ്റേന്ന് പരാതിപ്പെട്ടപ്പോഴാണ്, നിങ്ങളിവിടെ ഇങ്ങനെ ഓതിയിട്ട് ഞങ്ങൾ എണീറ്റ് നോക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഭാര്യമാരെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല, ഓത്ത് നിർത്തണം, അല്ലെങ്കിൽ ഇവിടുന്ന് നാട് വിട്ടു പോകണം. അവർ പിന്നെ അങ്ങനെയാണ് വന്ന് അപേക്ഷിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, പരിശുദ്ധ ഖുർആനിൻ്റെ ഓത്ത് കേട്ടിട്ട്. ആ നേരത്തെ അവർ ഖുർആൻ ഓതിയിരുന്നു. നമ്മളെ വിഷയം അവിടെയാണ്. അന്തിപ്പാതിര നേരത്ത് ഖുർആൻ ഓതിയിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തത് ബാദ സുബഹ്, സുബഹിന് ശേഷമുള്ള സമയം. പിന്നെ ഇശാമാരിബിൻ്റെ ഇടയിലുള്ള സമയം, അസുറിൻ്റെ നേരം, ബാക്കിയുള്ള സമയങ്ങളൊക്കെ. ഖുർആൻ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ നിസ്കാരത്തിലുള്ള അവസ്ഥയിലാണ്. ഖുർആൻ ഖത്മ് തീർക്കാനും ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ നിസ്കാരത്തിലെ അവസ്ഥയിലാണ് ഖുർആൻ ഓതാൻ. അതുകൊണ്ടല്ലേ നീണ്ട ഖുർആൻ ഓതാൻ തന്നെ ഒരു നിസ്കാരം വെച്ചത്. അതാണ് തറാവീഹ് നിസ്കാരം തന്നെ. അപ്പോൾ പരമാവധി എത്ര ചുരുക്കാൻ പറ്റുമെന്നാണ് നോക്കുക. നീണ്ട ഓത്തോതി നിസ്കരിക്കാനാണ് ആ നിസ്കാരം തന്നെ വെച്ചത്. അതുകൊണ്ടല്ലോ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആരെ ഇമാമാക്കി നിർത്തിയത്? അലന്തർ കൈഫ് ഓതുന്ന ആളല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇമാമാക്കി നിർത്തിയത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അത് ആരാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു? സ്വഹാബിമാരിൽ കൂട്ടത്തിൽ നിങ്ങൾ ഖുർആൻ എൻ്റെ ശേഷം കേട്ട് പഠിക്കണം, ഓതി പഠിക്കണം എന്ന് നബി തങ്ങൾ നിർദ്ദേശിച്ച 6 പേരിൽ ഒരാളാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിക്കണം എന്ന് തങ്ങൾ നിർദ്ദേശിച്ചു. അവരെയാണ് ഇമാമാക്കി നിർത്തിയത് നീണ്ട ഖുർആൻ ഓതാൻ. നീണ്ട ഖുർആൻ ഓതിയാൽ പിറ്റേന്ന് ആൾ പോണ്ടി വരും അല്ലേ? നീണ്ട ഖുർആൻ ഓതേണ്ട സമയമാണത്. നമ്മളെ പ്രദേശങ്ങളിലും മറ്റുമൊക്കെയാണ് കുറഞ്ഞ ആൾക്കാർക്കും പ്രദേശങ്ങൾക്കും ആൾക്കാർക്കാണ് ഇത് കേൾക്കാൻ മടി.
പുറത്തൊക്കെ നിങ്ങൾ പോയി നോക്കൂ, 90-93 വടിയും കുത്തിയിട്ട് 20 റക്അത്ത് തറാവീഹ് 1.25 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നിസ്കരിക്കുന്നുണ്ട്. നമുക്ക് ഫുഡിങ്ങിന് യാതൊരു തകരാറുമില്ല. 105 വയസ്സായാലും അത് സജീവമാണ്. റെഡി ആയിട്ട് നടക്കും. അതിനൊരു പോസ്റ്റർ എടുക്കേണ്ട ആളവിടെ എത്തും. അപ്പോൾ സഹോദരങ്ങളെ, ഇബാദത്തിൽ ഖുർആനുമായുള്ള ബന്ധം അത് കുറക്കരുത്. ശ്രേഷ്ഠമായ സമയങ്ങളിൽ ഒരു പേജെങ്കിലും നമ്മൾ ഓതണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, പല ആളുകളും അത്താഴത്തിന് ഭക്ഷണം കഴിക്കാൻ കണക്കാക്കി 20 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് തട്ടിക്കൊടഞ്ഞ് എങ്ങനെയൊക്കെയോ റെഡിയാക്കി ഒന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഗ്ലാസ് അവിടെ വെച്ച് ഒന്ന് കൊപ്പിളിക്കുമ്പോഴേക്ക് മൈക്ക് മുട്ടി വാങ്ങിക്കൊടുത്ത്. അങ്ങനെ ആകരുത്, അങ്ങനെ ആകാൻ പാടില്ല. അത്താഴം കഴിഞ്ഞിട്ടും ഒരു 50 ആയത്ത് ഓതുന്ന ഖദർ എന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് ശേഷിക്കണം. ഭക്ഷണം കഴിഞ്ഞിട്ട്, ഭക്ഷണം കഴിഞ്ഞ ഉടനെ കൊടുക്കുന്ന തരത്തിലേക്ക് അത്ര അടുപ്പിക്കാൻ പാടില്ല. ഒരു 2 റക്അത്തെങ്കിലും ഓരോ രാത്രി പതിവാക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. തറാവീഹിൻ്റെ 2 റക്അത്തല്ല പറഞ്ഞിട്ടോ, സ്വലാത്തുൽ ലൈലിലെ 2 റക്അത്തെങ്കിലും. എന്നിട്ടൊരു പേജ് 1-2 പേജെങ്കിലും ആ സമയത്തുള്ള ഖുർആൻ്റെ ഓത്തിൻ്റെ മഹത്വം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഓതാൻ കഴിയോ അത്രയും ഓതണം. എത്ര ദിക്റെല്ലാം പറ്റുമോ അത്രയും ദിക്റെല്ലാം. അവരൊന്നും ഓതിയതുപോലെ നമുക്ക് ഓതാൻ കഴിയില്ലെങ്കിലും കുറച്ചെങ്കിലും അഫ്ളലായ സമയത്ത് ഓതിയതിൻ്റെ ഒരു മഹത്വം നമുക്കും കിട്ടണ്ടേ, കുറച്ചെങ്കിലും നമ്മൾ ഓതുക. 1 ജുസ് 2 ജുസുവൊക്കെ നേരത്ത് ഓതുന്ന ഒരുപാട് ആലിമീങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഏത് സമയത്തറിയോ? സുബഹിൻ്റെ മുമ്പ്. അത്താഴം കഴിച്ച് കഴിഞ്ഞിട്ട് 1 ജുസു 2 ജുസൊക്കെ ഓതുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ നോക്കുമ്പോൾ നമ്മളെ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ കുറവല്ലേ. അതുകൊണ്ട് ചെറിയ രൂപത്തിലെങ്കിലും ഉമ്മമാരെ, സഹോദരങ്ങളെ, ഖുർആനുമായുള്ള ബന്ധം കൂടുതൽ സ്ഥാപിക്കണം. എന്നും ഖുർആനുമായിട്ട് ഉള്ള ബന്ധം വേണം. എന്നും ഖുർആൻ നോക്കി ഓതണം. ഖുർആൻ നോക്കിയിട്ടുള്ള ഓത്ത് എന്നും നടക്കണം. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു സഹോദരിമാരോട്, അവരോട് ഞാൻ പ്രത്യേകം പറയട്ടെ, നബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നും ഖുർആൻ നോക്കി ഓതണം എന്ന് പറയുമ്പോൾ തടസ്സമാകുന്ന ഒരു കൂട്ടരാണ് സഹോദരിമാർ. എന്നും കഴിയില്ലല്ലോ. കാരണം മാസത്തിൽ ഒരു 5 ദിവസം 6 ദിവസം ഖുർആൻ ഓതാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്തൊരു സമയം വരൂലേ. പക്ഷെ അപ്പോഴും മഹാനവർകൾ പറഞ്ഞു, ഖുർആനിലേക്ക് നോക്കുന്നതിന് തടസ്സമില്ലല്ലോ, നോക്കാലോ. നോക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്? ഇതാ ബക്കറ്റ് വരുന്നു, നല്ല സ്വതക്ക, നല്ല സംഭാവന ഇട്ട് കൊടുക്കുക. കഴിവിൻ്റെ പരമാവധി നമ്മുടെ പരിപാടി ഇൻഷാ അല്ലാഹ് നാളെ സമാപിക്കും. കഴിവിൻ്റെ പരമാവധി ആളുകൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കും മറ്റുമൊക്കെ പറ്റുന്ന സംഭാവനകളൊക്കെ നൽകണം. നിങ്ങളെക്കൊണ്ട് കഴിയുന്നവർ ഇപ്പോഴും പിന്നെയും നമ്മുടെ ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് 1 സ്ക്വയറോ 2 സ്ക്വയറോ 3 സ്ക്വയറോ ഒക്കെ ഏറ്റുകൊണ്ട് സംഭാവനകൾ വാഗ്ദാനം ചെയ്ത് നമ്മുടെ സംരംഭങ്ങളെ വിജയിപ്പിക്കണം. അല്ലാഹു തആല നമുക്ക് ഒരുപാട് നന്മകൾ ഈ പ്രദേശത്ത് ചെയ്യാനും ദീനീ ഖിദ്മത്തിനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ചെറിയൊരു സംഖ്യയുള്ള 1 സ്ക്വയറിന് എത്ര സാറേ? അത്രയേ ഉള്ളൂ. 1 സ്ക്വയറിന് 3000. അതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ്. 1 സ്ക്വയറിന് 3000 എന്ന് പറഞ്ഞത് 1 സ്ക്വയർ ഫീറ്റുള്ള 2 കല്ല് വെച്ച് മേലോട്ട് പടുക്കുന്നതിന് മാത്രമല്ല, അതിൻ്റെ എല്ലാ പണികളും ചെലവുകളും കണക്ക് കൂട്ടിയിട്ടുള്ള കണക്കാണ്. അതുകൊണ്ട് 1 സ്ക്വയർ 2 സ്ക്വയറൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്നവർ വിദേശത്തുള്ള മക്കളോടും ഭർത്താക്കന്മാരോടും സഹോദരങ്ങളോടൊക്കെ അറിയിച്ച്, ലൈവിലുള്ള ആളുകളും നമ്മുടെ ഈ പ്രദേശത്ത് അക്കാനിശ്ശേരിയിൽ ഒരു മർക്കസ് മസ്ജിദ്, ചെറിയ ഒരു പള്ളിയാണ് ഇവിടെ ഉള്ളത്. ചെറിയ ഒരു സൗകര്യം മാത്രം. ഇനി വിശാലമായ സൗകര്യങ്ങൾ, ദർസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ ഇവിടെ വിശാലമായ സൗകര്യമുണ്ടാക്കുന്നതിലേക്ക് കഴിവിൻ്റെ പരമാവധി സംഭാവനകളും മറ്റുമൊക്കെ വാഗ്ദത്തം ചെയ്ത് ഈ സംരംഭം വിജയിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നോക്കാൻ മാത്രം പറ്റുന്ന ഒരു സമയം വരുമ്പോൾ നോക്കണം. അന്ന് ഖുർആൻ നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, നോക്കുന്ന നോട്ടം നിർത്തരുത്. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കുമ്പോൾ ഒരു പക്ഷേ ഖുർആൻ എന്നും ഓതി ശീലമുള്ള സഹോദരിമാർക്ക് ഓത്ത് വരും. ഓത്ത് കൽബിലൂടെ വന്നോട്ടെ, നാവിലൂടെ ഓതരുത്. നാവിലൂടെ ഓതൽ നിഷിദ്ധമായൊരു നേരമാണ്, ഹൈദ് നിഫാസിൻ്റെ നേരം. അപ്പോഴും ഖുർആനുമായിട്ടുള്ള ബന്ധം ഉണ്ടാകാൻ വേണ്ടിയാണ് ആ നോട്ടം പറഞ്ഞത്. അരമണിക്കൂർ എന്നും ഖുർആൻ ഓതുന്ന ഒരു ഉമ്മയാണോ, ഒരു സഹോദരിയാണോ, ഒരു കുട്ടി മറിച്ചു വച്ച അല്ലെങ്കിൽ ഭർത്താവ് മറിച്ചു വച്ച ഖുർആനിലേക്ക് ഒരു 10-20 മിനിറ്റ് നോക്കുമ്പോൾ ആ നോട്ടത്തിലൂടെ
ഷർഹു സ്വദർ മാനസിക വിശാലത, ഈമാനികമായ പുരോഗതി, ശരീരത്തിൻ്റെ ആരോഗ്യം, കുടുംബത്തിൻ്റെ അഭിവൃദ്ധി, നാം കണക്ക് കൂട്ടാൻ കഴിയാത്ത രീതിയിലുള്ള ബറക്കത്ത് എല്ലാം ഖുർആനോത്തിലൂടെ ലഭിക്കുന്നുണ്ട്. എന്നും ഖുർആൻ ഓതിയാൽ പൂർണ്ണ ആരോഗ്യം കിട്ടുമെന്നല്ലേ ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നും ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അവസാനം നരകയാതന അനുഭവിക്കുന്ന രൂപത്തിൽ ശയ്യാവലംബിയാകേണ്ടി വരൂല. ചിലർ കണ്ടില്ലേ 60, 65, 70 ആകുമ്പോഴേക്ക് കിടക്കപ്പായയിൽ തന്നെ മൂത്രമൊഴിക്കുന്നു. മുന്നിൽ വരുന്ന ആളുകളെ കാണാത്തൊരവസ്ഥ. അർദലുൽ ഉംറ് എന്ന് അറബിയിൽ അതിന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചൊരവസ്ഥയാണ് ദുആയിൽ. ആ അർദലുൽ ഉംറിലേക്ക് എത്താതിരിക്കാൻ ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മാർഗമാണ് ഖുർആനോത്ത്. എന്നും ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അങ്ങനെ സംഭവിക്കൂല. കാരണം അവർക്ക് ഖുർആനുമായൊരു ബന്ധമുള്ളതുകൊണ്ട് അവരെ ശരീരത്തിനും നല്ല ആരോഗ്യാവസ്ഥ അല്ലാഹു നിലനിർത്തിക്കൊടുക്കും. ഇത് മുന്നിൽ വരുന്ന ആള് സ്വന്തം മകനായിട്ട് പോലും ആ മകൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പാൻ മാത്രം ബുദ്ധിക്കുറവ് വരുന്നൊരവസ്ഥ വല്ലാത്ത സങ്കടകരമായ അവസ്ഥയാണ്. അങ്ങനൊരവസ്ഥ വരാതെ അല്ലാഹു തആല തന്ന ഈ ശക്തിയും ഈ ബുദ്ധിയും നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു സഹായം കൂടിയാണ് ഖുർആനോത്ത്. ഉമ്മമാരെ, ഖുർആനെന്ന് കേൾക്കാമല്ലോ. ഖുർആൻ കേൾക്കുന്നതിന് തടസ്സമില്ലല്ലോ. കയ്യിലുള്ള ഉപകരണത്തിൽ ഒരുപാട് ഖാരിഈങ്ങളുടെ ഓത്ത് ലഭിക്കും. 2 ഹറമിലും ഉള്ള ഇമാമുകളുടെ ഓത്ത് ലഭിക്കും. കേൾക്കാൻ എന്തൊരു ആനന്ദമാണ്. ഖുർആനെ പോലെ കേട്ടാലും കേട്ടാലും മതിവരാത്ത ഒരു ശ്രുതി ലോകത്ത് മറ്റൊന്നിനില്ല. വേറെ ഒന്നിനും അങ്ങനെ ലഭിക്കില്ല. വേറെ എത്ര സംഗതിയാണെങ്കിലും ഖുർആന് പോലത്തൊരു മധുരം, പരിശുദ്ധ ഖുർആനിൻ്റെ ശ്രവണം പോലത്തെ സുന്ദരമായ ഒരു രീതിയും ഒരു ഭാവവും ലോകത്ത് വേറെ എന്തിനാണ് അല്ലാഹു നൽകിയത്? ഒന്നിനും നൽകിയിട്ടില്ല. അതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നവർ കേൾക്കണം, കാണാൻ പറ്റുന്നവർ കാണണം. നാവ് കൊണ്ട് ഖുർആൻ മൊഴിയരുത്, മനസ്സിലൂടെ ഖുർആൻ നടത്തണം. എന്നിട്ടും ആ ബന്ധം നിലനിർത്തണം, ബന്ധം വിടരുത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ദർസ് ഓതിപ്പടിക്കാൻ കാരണം ഖുർആനുമായുള്ള ആത്മബന്ധം മുന്നിലൂടെ പോകുന്ന ഒരു വലിയ പണ്ഡിതൻ കണ്ടപ്പോഴാണ് ഈ കുട്ടിയെ ദർസ് പഠിപ്പിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയത്. ഇമാം നവവി റളിയല്ലാഹുവിൻ്റെ ഉപ്പ നല്ലൊരു കച്ചവടക്കാരനായിരുന്നു. കച്ചവടക്കാരനായ ഉപ്പ ചിലപ്പോഴൊക്കെ കുട്ടിയെ കടയിലിരുത്തിയിട്ട് പോകും. മോനെ ഞാൻ ഇപ്പോൾ വരെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു കളിപ്രായമാണ്, കുട്ടികളൊക്കെ കളിക്കുന്നൊരു പ്രായമല്ലേ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ആളുകളൊന്നും വരുന്നില്ല, എന്നാൽ ഖുർആൻ തുറന്ന് ഖുർആൻ അങ്ങ് ഓതും. ഖുർആൻ കടയിലിരുന്ന് ഇങ്ങനെ ഓതുമ്പോൾ അതിലൂടെ പോകുന്ന ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു ഖാലിദ് സിൻജി റളിയല്ലാഹു അൻഹു, വലിയ മഹാനുഭാവൻ, കടയുടെ ഉള്ളിൽ നിന്ന് ഖുർആനോത്ത് കേട്ടപ്പോൾ ആളുകളോട് ചോദിച്ചു, ഈ കുട്ടിയുടെ ഉപ്പ ആരാണ്? ഉപ്പ പുറത്തു പോയതാണെന്ന് പറഞ്ഞു. ഉപ്പ വരുന്നവരെ കാത്തുനിന്ന് ഈ കുട്ടിയെ വേണമെന്ന് പറഞ്ഞു. ഈ കുട്ടിയെ വേണം, കൊണ്ടുപോകാൻ വേണം, ഇൽമു പഠിപ്പിക്കാൻ പറ്റും. ഈ കുട്ടിയെ ഖുർആനായിട്ട് നല്ല ബന്ധമുള്ള കുട്ടിയാണ്. കളിക്കേണ്ട പ്രായത്തിലും കുട്ടിക്ക് നല്ല കാര്യത്തിൽ ഖുർആൻ ഓതാൻ വാസനയുള്ള കുട്ടിയല്ലേ. ആ കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ ഉസ്താദേ എന്ന് പറഞ്ഞു. വലിയ ആലിമായി ഇമാം നവവി റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ തന്നെ ഇൽമിൻ്റെ വലിയ ബഹറായി മാറി. അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ. ആ മഹാനുഭാവൻ ഏറ്റവും വലിയ ബന്ധം കാത്തു സൂക്ഷിച്ചത് ഖുർആനുമായിട്ടാണ്. ഖുർആൻ നന്നായി ഓതണം. തെറ്റുകൂടാതെ ഓതാൻ കഴിയാത്ത ആൾക്കാരോട് പറയട്ടെ, തെറ്റുകൂടാതെ ഓതാൻ അറിയുന്ന ഭാഗങ്ങൾ അങ്ങനെ ഓതുക, ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കിയിട്ടും കേട്ടിട്ടെങ്കിലും ഖത്മ് തീർക്കുക. അങ്ങനെ ഉണ്ടല്ലോ ഒരു ഖത്മ് നോക്കിയിട്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ? പഠിക്കുക. അതിന് പ്രായം കണക്കൊന്നുമില്ല. ഖുർആൻ പഠനത്തിന് പ്രായം കണക്കൊന്നുമില്ല. ഏത് പഠനത്തും നിങ്ങൾ ഞങ്ങനെ ഒരുങ്ങി വരികയാണെങ്കിൽ ഉസ്താദ് പഠിപ്പിച്ചു തരും. അല്ല ഉസ്താദ് പഠിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. മടിയൊന്നും കൂടാതെ വന്നാൽ എന്തായാലും മടി. അപ്പോൾ ഖുർആൻ പഠിക്കണ എന്താ മടി? അതിന് പ്രായമൊന്നുമില്ല. എന്താ പ്രായം? 12 വയസ്സ് വരെ പഠിക്കാൻ പറ്റും, പിന്നെ പഠിക്കാൻ പറ്റില്ല എന്നുണ്ടോ? ഖുർആൻ ഓത്ത് ഏത് പ്രായത്തിലും പഠിക്കാം. അവസ്ഥാതെ പല്ലില്ലാതെ ഓതാം. പല്ലില്ലെങ്കിലും തൊണ്ണ് അല്ലാഹു തആല തന്നിട്ടുണ്ടാവുമല്ലോ. പല്ലിൻ്റെ പകരം തൊണ്ണ്. അത് ശരി, പല്ലില്ലാത്ത ആൾ എമ്മാര് തീറ്റ തിന്ന് അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതേ ആൾക്കെല്ലാം മൊഴിയാനും കഴിയും. ഉള്ള തൊണ്ണുകൊണ്ട് അങ്ങനെ മൊഴിഞ്ഞ് പഠിക്കണം. മഖ്റജൊക്കെ മൊഴിയാൻ കഴിയും, പ്രയാസമല്ല. അത് നമ്മൾ ശീലിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ശീലിച്ചാൽ ഖുർആനിൻ്റെ പഠനം പ്രയാസമെന്ന് കരുതും പലരും. പക്ഷേ അല്ലാഹു തആല ആവർത്തിച്ച് ഖുർആനിൽ പറയുന്ന ഒരായത്തുണ്ട്, ഖുർആൻ്റെ പഠനം പ്രയാസമല്ല. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി
ഫഹൽ മിൻ മുദ്ദക്കിർ. അള്ളാഹു ചോദിക്കുന്നു, ഖുർആൻ പഠിക്കാൻ നമ്മൾ എളുപ്പമാക്കിയിട്ടുണ്ട്, പക്ഷെ ആരും എന്താ ചിന്തിക്കാത്തതെന്ന്. എന്താ അതിലേക്ക് ആളുകൾ ചിന്തിക്കാത്ത? ഒരു തവണ അല്ല അള്ളാഹു ഈ ചോദ്യം ചോദിക്കുന്നു, ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. എന്താ ചിന്തിക്കാത്ത? എന്താ അതിലേക്ക് ആൾക്കാർ ഉൾക്കൊണ്ട് വരാത്തത്? പഠനത്തിന് നമ്മൾ എളുപ്പ വഴിയാണല്ലോ വെച്ചത്. ചെറിയ നിയമങ്ങളേ ഉള്ളൂ, കുറഞ്ഞ നിയമങ്ങൾ. അക്ഷരങ്ങൾ നോക്ക് നിങ്ങൾ, അക്ഷരങ്ങൾക്കനുസരിച്ച് മഖ്റജില്ലല്ലോ. അക്ഷരങ്ങൾ 28 അല്ലെങ്കിൽ 29 പറഞ്ഞാലും ശരി, ചില ആൾക്കാർക്ക് അക്ഷരങ്ങളെക്കാളും അധികം പല്ല അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതിന് എന്തൊരു ഭാഗ്യം നോക്ക് നിങ്ങൾ. ചിലർക്ക് 28 ചിലർക്ക് 32 ഉണ്ട്, 4 ഏറെ. പക്ഷേ മഖ്റജുകൾ അതിൻ്റെ കണക്കനുസരിച്ചില്ലല്ലോ. മഖ്റജുകളാകെ 17 ഉള്ളൂ. മഖാരിജുൽ ഹുറൂഫി 17 അലല്ലദീ യഖ്താറുഹു മാൻ ഇഖ്തബർ. ഇമാം ജസരിൻ്റെ ഖസീദയിൽ കാണാം, ഹർഫുകളുടെ മഖ്റജുകൾ മൊത്തം 17 ഉള്ളൂ. നോക്ക് നിങ്ങൾ, ഹർഫിൻ്റെ കണക്കനുസരിച്ച് ഒരു മഖ്റജില്ല. മഖ്റജ് എത്ര ചുരുക്കാണ്. ഇപ്പം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ മൊത്തം പറഞ്ഞാൽ 6 അല്ലേ? അതൊക്കെ ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയല്ലേ? ഓരോന്നിനും ഓരോ സ്ഥലമല്ലല്ലോ. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. ഒരുങ്ങി വന്നാൽ കുറച്ചെങ്കിലും നമ്മൾ പഠിക്കുകയാണെങ്കിൽ കാര്യമാണ്. തെറ്റുകൂടാതെ ഖുർആൻ ഒരു ആവർത്തി ഓതാൻ കഴിയുക പറഞ്ഞാൽ ഈ ദുനിയാവിൽ ഏറ്റവും വലിയ കഴിവാണ്. വലിയ കഴിവാണത്. അതിനേക്കാളും വലിയ കഴിവ് വേറെ പറയുന്നില്ല, വലിയ കഴിവാണ്. സഹോദരിമാർ, സഹോദരങ്ങൾ, ഇനി നിങ്ങൾ നേരിട്ടങ്ങനെ വന്ന് പഠിക്കാൻ മടിയാണെങ്കിൽ ഉപകരണങ്ങളിലൂടെ ചിലപ്പോൾ ആരെങ്കിലും ക്ലാസ്സൊക്കെ എടുത്തിരുന്ന ആൾക്കാരുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങളിങ്ങനെ ഒന്നിങ്ങനെ നാവൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നാക്കിയിട്ട് ഒന്ന് സ്വന്തം ഒന്ന് ഇരുന്നിട്ട് റൂമിലൊക്കെ ഇരുന്നിട്ട് ഒന്ന് പ്രാക്ടിക്കലാക്കിയിട്ട് അങ്ങനെയും പഠിക്കണം എന്നേ ഉള്ളൂ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇന്നാ നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീലാ ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തുതി' മിൻഹും ആസിമൻ ഔ കഫൂറാ. ഫസ്ബിർ ലിഹുക്മി റബ്ബിക്. അതുകൊണ്ട് നബിയെ തങ്ങൾ ക്ഷമിക്കണം, റബ്ബിൻ്റെ തീരുമാനത്തിന് വേണ്ടി തങ്ങൾ ക്ഷമിക്കണം. എന്താ റബ്ബിൻ്റെ തീരുമാനം? പെട്ടെന്ന് നിങ്ങൾക്ക് സഹായം തരാതെ സഹായം പിന്തിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞിട്ടാണ് സഹായം അല്ലാഹു തആല തരുന്നത്. വിഷമൊന്നും കരുതരുത്, അതിൽ നല്ല ഒരു വിജയം നിങ്ങൾക്ക് പിന്നീട് വരാനുണ്ട്. മക്കയിൽ പ്രബോധന കാലഘട്ടം 13 കൊല്ലവും പരീക്ഷണത്തിൻ്റെ പെരുമഴകളാണ്. ഓരോ വർഷവും നോക്ക് നിങ്ങൾ, പരീക്ഷണങ്ങളുടെ കൂട്ടങ്ങളാണ്. ആദ്യ വർഷത്തിൽ പീഡിപ്പിക്കപ്പെട്ട ആളുകളിൽ സങ്കീർണമായ രൂപത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് ആലു യാസിർ റളിയല്ലാഹു അൻഹും. യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം, സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയും യാസിർ റളിയല്ലാഹു അൻഹുവും മകൻ അമ്മാർ റളിയല്ലാഹു അൻഹുവും ഇവർ വലിയ പീഡനങ്ങളല്ലേ അനുഭവിച്ചത്. രക്ഷപ്പെടുത്താനും സഹായിക്കാനും മാർഗങ്ങൾ കുറവായപ്പോൾ അവരെ മുന്നിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഒറ്റ വാക്കാണ് പറഞ്ഞത്, സുബ്റൻ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ ക്ഷമിക്കുക. ക്ഷമിക്കാനാണ് അല്ലാഹുവിൻ്റെ ഓർഡർ. ക്ഷമിക്കുക. ഇന്ന മൗഇദകുമുൽ ജന്ന. നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലം സ്വർഗമാണ്. സന്തോഷത്തോടെ നിങ്ങൾക്കവിടെ ഒരുമിച്ച് കൂടാം. ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയൊക്കെ അങ്ങനെ വഫാത്തായതാണ്. എത്ര പരീക്ഷണം അനുഭവിച്ചു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബിനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ, അള്ളാഹുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ പഴുപ്പിച്ച ഇരുമ്പ് മഹാനവറുകളെ തലയിൽ വെച്ച് പിടിപ്പിച്ചു. അവിടുത്തെ യജമാനൻ പഴുപ്പിച്ച ഇരുമ്പാണ് വെച്ച് പിടിപ്പിച്ചത്. ആ ഇരുമ്പ് തലയിൽ ഇങ്ങനെ വെച്ച് തലങ്ങനെ പഴുത്ത് അതേ തലയുടെ ഉൾഭാഗത്ത് നിന്ന് ആവിയൊക്കെ പുറപ്പെട്ട് കുറേ പുക ഇങ്ങനെ പുറപ്പെട്ട് മഹാനവറുകൾ ബോധം കെട്ട് വീഴുമ്പോൾ പിന്നെ ഉപേക്ഷിക്കും, മരിച്ചു എന്ന് കരുതിയിട്ട് ഈ പഴുത്ത തലയുമായിട്ടാണ് മുത്തുനബി തങ്ങളെ ഹളറത്തിൽ വരുന്നത്. അപ്പോഴും പറയുന്നു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവോട് ക്ഷമിക്കണേ, നല്ല മാർഗം അല്ലാഹു കാണിച്ചു തരും. പൂർവികർക്കും അല്ലാഹു തആല വലിയ പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല, അള്ളാഹുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഒന്ന് പുറത്ത് ഇറങ്ങിയ ഉടനെ തന്നെ ഒറ്റ ദിവസം പോലും ജീവിക്കാൻ കഴിയാതെ നേർക്ക് നേരെ വാള് കൊണ്ടുവന്ന് 2 ഭാഗത്തേക്ക് ഈറപ്പെട്ട ആളുകളുണ്ട്. 2 കഷ്ടങ്ങളാക്കി അവരെ പകുത്തുമാക്കി മാറ്റപ്പെട്ടവർ പൂർവികരിലുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം, നല്ലവണ്ണം ക്ഷമിച്ചു മുന്നോട്ട് പോകണം. പരീക്ഷണങ്ങളെ കൊണ്ട് വരുന്ന ആളുകളോടൊക്കെ തങ്ങളങ്ങനെയാ പറയുന്നത്, ഫസ്ബിർ ലിഹുക്മി റബ്ബിക. 1ഉം 2ഉം സന്ദർഭങ്ങളിലല്ല, ശാരീരികമായി മാത്രമല്ല,
മാനസികമായും പീഡനങ്ങളേറ്റവരുണ്ട്, സാമ്പത്തിക രംഗത്തും പരീക്ഷണങ്ങൾ അനുഭവിച്ചവരുണ്ട്, കുടുംബപരമായിട്ടും ബഹിഷ്കരണങ്ങൾ അനുഭവിച്ചവരുണ്ട്. ഇതെല്ലാം അല്ലാഹു തആലാന്റെ തീരുമാനമാണ്. നിങ്ങൾ ക്ഷമിക്കണം, പിന്നീട് വലിയ വിജയം വരാനുണ്ട്. 10-13 വർഷം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, കഴിയുന്ന ആളുകളൊക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകൂ. ആദ്യം ഹിജ്റ പോയത് മദീനയിലേക്കല്ല, ഹബശയിലേക്കാണ്. ഹബശയിലേക്ക് ഹിജ്റ പോയ ആളുകളെ, അതേ ഒരു കൂട്ടം ആളുകൾ ഹബശയിലേക്ക് പോയപ്പോൾ അവരെ പിടികൂടാൻ വേണ്ടി വീണ്ടും മക്കയിൽ നിന്ന് മുശ്രിക്കുകളുടെ നേതാക്കൾ പോയിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോന്ന ആളുകളാണ്, ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന്, അവരെ തിരിച്ചു തരണം. തിരിച്ചു തരാൻ വേണ്ടി അവിടെയുള്ള രാജാവിനോട് അപേക്ഷിച്ചു. തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാക്കി. രണ്ടാമതും ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഹബശയിലേക്ക് ഹിജ്റ പോയി. ഹബശയിലുള്ള രാജാവ് അവരെ സ്വീകരിച്ചു. അപ്പം പിന്നെങ്ങനെ മടക്കി കൊണ്ടുവരും എന്ന നിലക്ക് രണ്ടാമതും ഇവർ ചിന്തിച്ചു, മക്കയിലുള്ള മുശ്രിക്കുകൾ അവരെ തിരിച്ചു കൊണ്ടുവരണം. അതിന് രാജാവിൻ്റെ മുന്നിൽ പോയി ഒരുപാട് നയങ്ങൾ അവർ പ്രഖ്യാപിച്ചു. ആദ്യമായിട്ട് പോയിട്ട് പറഞ്ഞു, ഇവിടെ വന്ന ആളുകളൊക്കെ ഞങ്ങൾ അടിമകളാണ്, സമ്മതമല്ലാതെ ഓടിപ്പോന്നാണ്. അടിമ സമ്മതമല്ലാതെ ഓടിപ്പോന്നു എന്ന് പറഞ്ഞാൽ ആരും തിരിച്ചു കൊടുക്കും. പക്ഷേ ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാജാവേ, ഞങ്ങളാരും അടിമകളല്ല, ആരും അടിമകളല്ല, അവർ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോയി ആക്രമിക്കാൻ വേണ്ടി നുണ പറയുകയാണെന്ന്. ഇപ്പം രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇവർ നിങ്ങളെ ബഹുമാനിക്കുന്നത് ഞങ്ങൾ ബഹുമാനിക്കുന്ന രൂപത്തിൽ നിന്ന് മാറ്റുണ്ട്. ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വന്നപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾ നല്ലവണ്ണം നിങ്ങളെ മുന്നിൽ സുജൂദൊക്കെ ചെയ്ത്, അന്നത്തെ ഒരു ഏർപ്പാടാ, നെറ്റിയൊക്കെ വെച്ച് ബഹുമാനത്തോടെയാണ് വന്നത്. പക്ഷേ ഇവരാരും നിങ്ങളെ മുന്നിലേക്ക് വന്നത് അങ്ങനെയല്ലല്ലോ. ജാഫർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഇവർ പറയുന്നത് ശരിയാണല്ലോ, നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ നെറ്റി വെച്ചുകൊണ്ട് നമ്രശിരസ്കരായിട്ട് ഒരു ബഹുമാനത്തിൻ്റെ അർപ്പണം അർപ്പിച്ചിട്ടില്ലല്ലോ. ജാഫർ റളിയല്ലാഹു പറഞ്ഞു, ഞങ്ങളെ നേതാവ് ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, സുജൂദ് അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. ഞങ്ങളെ നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പോലും ഞങ്ങളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പിന്നല്ലേ രാജാവേ നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ പറയൽ? അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ രാജാവ് പറഞ്ഞു, അപ്പറഞ്ഞ ശരിയാണ്, അല്ലാഹു തആലാക്ക് മാത്രമേ സുജൂദ് പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു വിശ്വാസപ്രകാരമാണ് അവരങ്ങനെ ചെയ്തത്. ഇവർ ഒരുപാട് പാരിതോഷികങ്ങളാണ് രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിറച്ചു വെച്ചിരിക്കുന്നത്. എന്തിന്? ഈ പാവപ്പെട്ട മുഹാജിറുകളായ 80 ആൾക്കാരെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ നിറച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് അതൊന്നും നടക്കാത്തത് കണ്ടപ്പോൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ വിശ്വസിക്കുന്നത് ഈസാ നബിയിലും മറ്റുമല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളെ വിശ്വാസത്തിൻ്റെ നേരെ എതിരാണ് അവരെ വിശ്വാസം. നിങ്ങൾ ഈസാ നബിനെ പറ്റി വിശ്വസിക്കുന്നതും മറ്റുമൊക്കെ ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. ആ ഒരു രൂപത്തിലെങ്കിലും ജാഫർ റളിയല്ലാഹുവിനെ മറ്റും കൊണ്ടുപോകാൻ പറ്റും എന്ന നിലക്ക് അങ്ങനെ കുറച്ച് അടവുകൾ പറഞ്ഞപ്പോൾ ജാഫർ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് രാജാവ് ചോദിച്ചു, ഈസാ നബിയെ പറ്റി നിങ്ങളെ വിശ്വാസം എന്താ എന്ന് ചോദിച്ചു. ജാഫർ റളിയല്ലാഹുവിനെ അങ്ങ് ഓതിക്കൊടുത്തു ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. സൂറത്തു മറിയമിൻ്റെ ആ ആയത്ത് മുതൽ അങ്ങോട്ട് ഓതി രാജാവ് ഇരുന്ന ഇരിപ്പിലങ്ങ് കരയാൻ തുടങ്ങി. 2-3 ആയത്തുകൾ അങ്ങോട്ട് കേട്ട് രാജാവ് അങ്ങനെ കരഞ്ഞൊലിക്കുന്നു. രാജാവിൻ്റെ മാറിടം മുഴുവനും നനഞ്ഞു. അവസാനം ദാലിക ഈസ ഇബ്നു മറിയം ഖൗലൽ ഹഖ്ഖില്ലദീ ഫീഹി യംതറൂൻ. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വിശേഷങ്ങൾ മൊത്തം എണ്ണി പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ വജഅലനീ മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബറൻ ബിവാലിദതി വലം യജ്അൽനീ ജബ്ബാറൻ ശഖിയ്യാ വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. ഓതി തീർന്നപ്പോൾ രാജാവ് പറഞ്ഞു, ഞങ്ങളെ വിശ്വാസത്തിന് ഒരു മാറ്റവുമില്ല, ആ പറഞ്ഞത് ഹക്കാണ്, സത്യമാണ് ആ ഓതിയത്, അതിൽ ഒരു ചാഞ്ചല്യമില്ല, യഥാർത്ഥ വശങ്ങളാണ് ആ ഓതിയത്. നിങ്ങളൊരു കാര്യം ചെയ്യോ, ഇക്കൊണ്ടുവന്ന പാരിതോഷികങ്ങൾക്ക് എടുത്തിട്ട് വേഗം തടി സലാമത്തായിക്കോളെ, നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു.
വന്ന ആൾക്കാരോട് പറഞ്ഞു, ഈ പാരിതോഷികങ്ങളൊക്കെ എടുത്തിട്ട് വേഗം മക്കയിലേക്ക് പുറപ്പെട്ടു. ഇനി ഒരൊറ്റ കുട്ടി ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇവരെ ചോദിച്ച് ഇവരാർക്കും വിട്ടു തരൂല. അവർ സത്യമാണ് പറഞ്ഞതൊക്കെ. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തപ്പോൾ നജാഷി രാജാവിൻ്റെ മനസ്സിൽ അത് ഇടം പിടിച്ചു. നല്ല സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അപ്പോഴാണ് ആദ്യമായിട്ടൊരു സമാധാനം മുഹാജിറുകൾക്ക് വരുന്നത്. ജാഫർ അലി അള്ളാഹുവിൻ്റെ കീഴിലുള്ള 80 ആളുകളും ആ രാജാവിൻ്റെ സംരക്ഷണത്തിൽ നല്ല സന്തോഷത്തോടെയാണ് അവിടെ കഴിഞ്ഞത്. പിന്നെ 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോൾ രാജാവ് പ്രത്യേക പ്രൊട്ടക്ഷനിൽ തന്നെ ഇവരെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. മദീനയിലേക്ക് പോകേണ്ട ആളുകൾ മദീനയിലേക്ക് പോയിക്കോളെന്ന് പറഞ്ഞു. ആ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. നജാഷി രാജാവ് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള മഹറും കൊടുത്തയച്ചു. ഉമ്മു ഹബീബ് റളിയല്ലാഹുവിനെ കല്യാണം കഴിക്കാൻ നജാഷി രാജാവാണ് അതിനുള്ള മഹർ കൊടുത്തയച്ചത്. അങ്ങനെ ഒരു സന്തോഷം കൂടി നജാഷി രാജാവ് ചെയ്തു. ഇരിക്കട്ടെ, പിന്നെ പീഡനങ്ങൾക്കൊക്കെ കുറവ് വന്ന് അല്ലാഹു തആല സമാധാനാവസ്ഥയാണ് കൊടുക്കുന്നത്. പിന്നെ ബദറും മുഹദും ഖന്തഖും ഹുനൈനും ഖൈബറൊക്കെ വന്ന് വലിയ വലിയ പ്രതീക്ഷയോടുകൂടെ വലിയ സമാധാനത്തിൻ്റെ അന്തരീക്ഷം തുറന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ ക്ഷമിക്കാൻ, ഏത് ദീനീ ദഅവത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ മുന്നോട്ടിറങ്ങുമ്പോൾ പ്രതിസന്ധികൾ വരും. പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. ഫസ്ബിർ ലിഹുക്മി റബ്ബിക്, റബ്ബിൻ്റെ തീരുമാനത്തിന് വേണ്ടി ക്ഷമയോടുകൂടെ മുന്നോട്ട് നീങ്ങണം. ആർക്കും വരും, പ്രതിസന്ധികൾ വരും. നേരായ മാർഗത്തിൽ പോകുന്നവർക്കൊക്കെ പ്രതിസന്ധികൾ വരും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എത്ര പ്രതിസന്ധി സഹിച്ചു, സ്വഹാബത്ത് എത്ര സഹിച്ചു, താബിയുകൾ എത്ര സഹിച്ചു, തബഉ താബികൾ എത്ര സഹിച്ചു. അതൊക്കെ ഈ ഒരു മോഡലിൽ മാത്രമാണ്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തുതി മിൻഹും ആസിമൻ ഔ കഫൂറാ, അവരിൽ നിന്ന് നബിയെ ഒറ്റ കുറ്റവാളിക്കും തങ്ങൾ വിധേയപ്പെട്ടു പോകരുത്. ഔ കഫൂറ, നന്ദികെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരാൾക്കും വിധേയപ്പെട്ടു പോകരുത്. പലരും തങ്ങളെ പ്രലോഭിപ്പിക്കാൻ വരും, കീഴ്പ്പെടുത്താൻ വരും. അവരിൽ നിന്ന് കുറ്റവാളികളായി തീരുന്ന ഒരാൾക്കും വഴിപ്പെടരുത്. ദീനിൽ കുറ്റവാളികളായ ആളുകളില്ലേ, അവർക്ക് വഴിപ്പെടാൻ പാടില്ല. ദീനിൽ കുറ്റവാളികളായ ആളുകളാണ് മുനാഫിഖുകൾ. ദീനിൽ കുറ്റവാളികളായ ആളുകളാണ് ബിദ്അത്തുകാർ. അവർക്ക് വഴിപ്പെടാൻ പാടില്ല. സഹോദരങ്ങളെ, ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, കല്യാണത്തിന് ആര് വിളിച്ചാലും പോകണം. അങ്ങനല്ല, കല്യാണത്തിന് വിളിക്കേണ്ടവർ വിളിച്ചാൽ പോകണം. അമുസ്ലിങ്ങൾ വിളിച്ചാലൊക്കെ കല്യാണത്തിന് പോകണം, അത് നല്ലതാണ്. പക്ഷേ ബിദ്അത്തുകാർ വിളിച്ചാൽ പോകാൻ പാടില്ല. ബിദ്അത്തുകാരോടുള്ള അമർഷം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമല്ല, അത് അവർ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസ വൈകല്യത്തിൻ്റെ പേരിലുള്ള ഒരു എതിർപ്പാണ്. ഉസ്താദെ, അത് നിങ്ങൾ ഈ കേരളത്തിലുള്ള ഉസ്താദന്മാർക്ക് മാത്രമല്ലേ? അല്ല, ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഒറ്റൊന്ന് പറയാം, കുറേ പറയാൻ നേരമില്ലാത്തതുകൊണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ മഹാനാന്നുള്ള തർക്കമല്ലല്ലോ, തർക്കമല്ല. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുനാഥൻ ഉസ്താദ്. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ദ്വാരക്കാത്തൊരൊറ്റ നിസ്കാരവും ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു. എത്ര കാലം ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ, ഏത് ഫർളും സുന്നത്തും, അതിലൊക്കെ എൻ്റെ ഉസ്താദിന് ഞാൻ ദ്വാരുന്നിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ഞാൻ ദ്വാരുന്നിട്ടുണ്ട്. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരില്ലാത്ത കേസിൻ്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. ആ കേസിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ബിദ്അത്തുകാരാണ്. അന്നത്തെ ബിദ്അത്തുകാരുടെ പേര് മുഅ്തസിലത്ത് എന്നാണ്. കാലങ്ങളിങ്ങനെ മാറിയുമ്പോൾ പേരിങ്ങനെ മാറും. സഹോദരങ്ങളെ, പിന്നെ കുറേ ആളുകൾ വന്നു. ഫസ്റ്റായിട്ട് പുറപ്പെട്ടൊരു വിഭാഗമുണ്ട് ഖവാരിജ്, പിന്നെ വന്നു റാഫിളത്ത്, പിന്നെ വന്നു മുഅ്തസിലത്ത്, പിന്നെ വന്നു ഷിഈയത്ത്. ഷിഈയത്തിൻ്റെ 30 വിഭാഗമുണ്ട്, 1-2 അല്ല, 30 വിഭാഗമുണ്ട്. ഷിഈയത്ത് ധാരാളമുണ്ട്. പിന്നെ കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ വഹാബിയത്ത് വന്നു, കുറച്ചുകൂടി അപ്പുറത്ത് മൗദൂദിയത്ത് വന്നു. ഇതൊക്കെ ഒരേ തലമുറയിലെ ഒരേ ആൾക്കാരാണ്. പേരിൽ ചെറിയ മാറ്റം ഉണ്ട് എന്നേ ഉള്ളൂ, അക്ഷരങ്ങളെ മാറ്റം കണ്ടില്ല, ആ ഒരു മാറ്റം. ചില്ലറ മാറ്റം ഉണ്ട് എന്നേ ഉള്ളൂ. ആശയം നോക്കുമ്പോൾ ഒക്കെ ഒരേ കൂട്ടിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ അത് മാർഗം വിശദീകരിക്കല്ല, ഒക്കെ ഈ രൂപത്തിലാണ്. നമ്മളവർക്ക് വഴിപ്പെട്ട് സ്നേഹിച്ചാൽ നമ്മളെ കൽബിൽ നിഫാഖ് വരും, നമ്മളെ കൽബിലുള്ള ഈമാൻ കുറയും. ബഹിഷ്കരണ നിലപാട് എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. 150 ആളുകളാണ് മഹാനവറുകളെ ചാട്ടവാറ് കൊണ്ടടിച്ചത്. 1-2 ആളല്ല, 150 ആളുകൾ. അങ്ങനെ മഹാനവറുകൾക്ക് അവസാനം മോചനം കിട്ടി. മഹാനവറുകളുടെ മാർഗമാണ് സത്യം എന്ന് തന്നെ ബോധ്യപ്പെട്ട രീതിയിലാണ് മോചനം കിട്ടുന്നത്. ഏതെങ്കിലും ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് മോചനം കിട്ടിയതല്ല.
തൻ്റെ വാദമാണ് സത്യം എന്ന് സ്ഥിരപ്പെടുത്തിയിട്ട് കിട്ടുന്ന മോചനമാണ്. അങ്ങനെ പുറത്തു വന്നപ്പോൾ കാത്തു നിൽക്കുന്ന കുടുംബക്കാരും ശിഷ്യന്മാരും പറഞ്ഞു, ഉസ്താദേ 150 ആളുകളും ശരിക്ക് തങ്ങളെ അടിച്ച ആളുകൾ അവർ പ്രതികളാണ്. അവർക്കൊരു കുറ്റം ചാർത്തിയാൽ അവരെയും അറസ്റ്റ് ചെയ്യപ്പെടും. അവർക്കെതിരെ കേസ് കൊടുക്കുകയല്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ തല്ലിയവർക്കൊക്കെ ഞാൻ മാപ്പ് കൊടുത്തു, ഇല്ലാ അഹ്ലൽ ബിദ്അ. എന്നെ തല്ലിയവരെ കൂട്ടത്തിൽ കുറച്ച് ബിദ്അത്തുകാരുണ്ട്, അവർക്ക് മാപ്പില്ല. ബാക്കി എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു. കുറെ ജാഹിലിയങ്ങളുടെ വിവരമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്, രാഷ്ട്രീയ പക്ഷം ചേർന്ന് തച്ചവരൊക്കെ ഉണ്ട്. ഓക്കെടാ, അവർക്കൊക്കെ മാപ്പ് കൊടുത്തു. ബിദ്അത്തുകാർ കുറച്ച് പേരുണ്ട് കളിച്ചവർ, അവർക്ക് മാപ്പില്ല. അടങ്ങള് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് കണ്ടോ? എന്താ മാപ്പില്ലാത്തത്? ബിദ്അത്തിൽ നിന്ന് മടങ്ങി വരട്ടെ, അപ്പം മാപ്പ് കൊടുക്കും. അതാ മാപ്പില്ലാത്തത്, വേറൊന്നുമല്ല. അടിൻ്റെ ഊക്ക് കുറച്ച് കൂടിയതുകൊണ്ട് മാപ്പ് കൊടുക്കാമെന്നല്ല, ബിദ്അത്ത് എന്നുള്ള ലെവലിൽ മാത്രം മാറ്റി നിർത്തിയതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്സഹകരണ മനോഭാവം ഈമാനിൻ്റെ ഭാഗമാണ്. പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. വലാ തർഖനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുന്നാർ. എടുത്തു നോക്കൂ, ഖുർആൻ പണ്ഡിതന്മാരിൽ 3-ലധികം ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു, വലാ തർക്കനു, നിങ്ങൾ ചാഞ്ഞു പോകരുത്, ഇലല്ലദീന ളലമൂ, അക്രമകാരികളിലേക്ക് എന്ന് പറഞ്ഞതിന് 3-ലധികം പണ്ഡിതന്മാരുടെ തഫ്സീർ കാണാം. അഹ്ലുൽ ബിദ്അ വൽ അഹ്വാ, ബിദ്അത്തുകാർ, താന്തോന്നികൾ, അവരിലേക്ക് ചാഞ്ഞു പോകരുത്, ആകർഷിച്ചു പോകരുത്. ഫതമസ്സകുമുന്നാർ, നരകത്തിൽ കടക്കേണ്ടി വരും, നരകത്തിൽ പോകേണ്ടി വരും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. എൻ്റെ വക ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പണ്ഡിതന്മാർ പഠിപ്പിച്ച തഫ്സീർ പറഞ്ഞതാണ്. വലാ തുത്ഇ മിൻഹും ആസിമൻ ഔ കഫൂറാ. മക്കയിൽ പ്രമാണിമാരുണ്ട് നബിയെ, പ്രഭുക്കളുണ്ട്, ഗോത്രത്തലവന്മാരുണ്ട്. പക്ഷേ ആ വിശ്വസിക്കാത്ത, അള്ളാഹുൽ വിശ്വസിക്കാത്തവരൊക്കെ കുറ്റവാളികളും നന്ദി കെട്ടവരുമാണ്. വിധേയപ്പെട്ടു പോകരുത്, കീഴ്പ്പെടുത്താൻ വരും, പ്രലോഭനങ്ങളുമായിട്ട് വരും. ചില വ്യക്തികളെ പറ്റിയാണ് ഈ ആയത്ത് എന്ന് പറയുമ്പോൾ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ ഉദ്ധരിച്ച സംഭവങ്ങൾ കാണാം. ഒറ്റ സംഭവം ഉദ്ധരിക്കട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് സത്യം മനസ്സിലാക്കി ജനങ്ങളിങ്ങനെ കടന്നു വരികയാണ്. ആളുകൾ ഖുർആൻ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ പലരും പിന്നെ തീരുമാനിച്ചു, മക്കയിലുള്ള മുശ്രിക്കുകൾ ഇനി ഖുർആൻ കേൾക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കരുത്. ഖുർആൻ കേട്ടിട്ടാണ് ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് ചേരുന്നത്. അതുകൊണ്ട് ഖുർആൻ എവിടെ ഓതുന്നുണ്ടോ അവിടെ കൊച്ചപ്പാടുണ്ടാക്കാറ്. അതാ പിന്നെ മാറുന്നത്. പിന്നെ ആൾക്കാർ കേൾക്കൂലല്ലോ. ഖുർആൻ ഓതുന്നത് ഇങ്ങോട്ട് കേട്ടാൽ അവിടെ വെടി പൊട്ടിക്കുക, പടക്കം പൊട്ടിക്കുക, ഒച്ച ഉണ്ടാക്കുക, കൂക്കി വിളിക്കുക, അങ്ങനെ അങ്ങോട്ട് അവരെ തീരുമാനമാണത്. വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. സത്യനിഷേധികൾ പറഞ്ഞു, ഖുർആൻ കേട്ടിട്ടാണ് ആൾക്കാർ ഇങ്ങനെ പോവല്ലേ. ആൾക്കാരിങ്ങനെ രാവിലെ വന്ന് നോക്കുമ്പോൾ മകൻ പോയി, വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ ഭാര്യ പോയി, പിന്നെ വന്ന് നോക്കുമ്പോൾ സഹോദരങ്ങൾ പോയി, പിന്നെ ഇയാൾ ഒറ്റക്കായി. ഇങ്ങനെയാണ് ഓരോരുത്തരും ഓരോ വീട്ടിൽ. അപ്പോൾ ഇത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെടുത്ത തീരുമാനമാണ് ഖുർആൻ കേൾക്കാൻ സന്ദർഭം ഉണ്ടാക്കരുത്. അതും സാധിക്കാതിരുന്നപ്പോൾ അവസാനം അവർ പറഞ്ഞു, മക്കയിലേക്ക് പുറമെന്ന് വരുന്ന ആളുകൾക്കൊക്കെ പഞ്ഞി കൊടുക്കണം, കാതിൽ പഞ്ഞി വെക്കാൻ. അതിനെ ഖുർആൻ കേൾക്കരുത് എഴുതിയിട്ട് എല്ലാവർക്കും പഞ്ഞി കൊടുക്കുകയാണ്. മക്കൻ്റെ അതിർത്തിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ പഞ്ഞി കൊടുക്കുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കും കിട്ടി പഞ്ഞി 2 എണ്ണം, ഞാനും പഞ്ഞി വെച്ചു. ഞാൻ അങ്ങനെ നടക്കുന്നു, പക്ഷേ ഞാനൊരു പൊട്ടനെ പോലെ ഒന്നും കേൾക്കണില്ല. എന്താ അപ്പോൾ അത് കഥ? ഒരു പഞ്ഞി വെച്ച് നടന്ന എന്തായിരിക്കും അവസ്ഥ? 2 കാതിലും പഞ്ഞി വെച്ച് ഞാനങ്ങനെ നടന്നു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി, ആരും കാണുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ പഞ്ഞി ഇങ്ങനെ എടുത്തിട്ടു. പഞ്ഞി എടുത്തിട്ടപ്പോൾ ഞാൻ കേട്ട കുറച്ച് ആയത്തുകളുണ്ട്. ആയത്തുകൾ കേട്ടപ്പോൾ ഇനി പഞ്ഞി വെക്കണ്ടെന്ന് തീരുമാനിച്ചു. പഞ്ഞി എടുത്തിട്ടപ്പോൾ തന്നെ മക്കയുടെ കാബൻ്റെ മത്താഫിൻ്റെ ഭാഗത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നാ കേട്ടത്. ആ ഖുർആൻ്റെ വചനങ്ങൾ കേട്ടപ്പോഴേക്കന്നെ എൻ്റെ മനസ്സിൽ ചിത്രം തെളിഞ്ഞു. പിന്നെ എനിക്ക് മോഹമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കാണണം. പക്ഷെ എങ്ങനെ കാണും? ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്ന സംഭവമാണ്. എങ്ങനെ കാണും? കാണാൻ ആരെങ്കിലും ഒരാളെ കാണണ്ടേ? അങ്ങനെ ഞാൻ ആരെങ്കിലും ഒരാളെ കാണുന്നത് ഇങ്ങനെ കാത്തു നിന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു കണ്ടു. അലി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കാണണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പോഴോ? അക്രമം രൂക്ഷമായ കാലമാണ്, നിങ്ങളെങ്ങാനും കണ്ടു എന്ന് പറഞ്ഞാൽ ജീവനോടെ നാട്ടിൽ തിരിച്ചു പോകില്ലെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് കാണണം, കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാണാനുള്ള മോഹം മുദിച്ചത് ഖുർആൻ കേട്ടപ്പോഴാണ്. കാണണം, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നോളൂ. ആളുകൾ നിങ്ങളെ പിടികൂടാൻ വരികയാണ് എന്ന് കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സൂചന തരും, നിങ്ങൾ റൂട്ട് മാറിപ്പോണമെന്ന് പറഞ്ഞു.
എൻ്റെ പിന്നാലെ വരരുത് എന്ന് പറഞ്ഞു. നിങ്ങളെ പിടികൂടാനാണ് മുന്നൊന്നും പിന്നൊന്നും ആൾ വരുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്തെങ്കിലും സിഗ്നൽ തരും, അപ്പം നിങ്ങൾ റൂട്ട് മാറിപ്പോകണം, പിന്നെ എൻ്റെ കൂടെ വരരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിഞ്ഞും മറിഞ്ഞും അലി റളിയല്ലാഹു അൻഹു അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീട്ടിലെത്തിച്ചു. ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് വീണ്ടും ഖുർആൻ കേട്ടു, ഷഹാദത്ത് കലിമ ചൊല്ലി. ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നെങ്ങാനും ഞാൻ പഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം എന്തായിരിക്കും? ആ പഞ്ഞിയും വെച്ചിങ്ങനെ നടന്നാൽ അവരുടെ സ്വഭാവമായിരുന്നു. ഒരു നിലക്കും അവർക്ക് നിർവാഹമില്ലാതെ ഈ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ? അവസാനം നബിതങ്ങളെ പ്രലോഭിപ്പിക്കാൻ തീരുമാനിച്ചു. അവിടെയാണ് ഈ ആയത്തിറങ്ങിയത്, വലാ തുതി മിൻഹും ആസിമൻ ഔ കഫൂറ. കുറ്റവാളികൾക്ക് വിധേയപ്പെട്ടു പോകരുത്. നന്ദി കെട്ട ആളുകൾ സ്വാധീനിക്കാൻ വരും നബിയെ, വഴിപ്പെട്ടു പോകരുത്. കുറച്ച് ആളുകൾ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, നമ്മൾ കുടുങ്ങിയല്ലോ, എന്തു ചെയ്യും ഇനി? ഏതെങ്കിലും നല്ലൊരു പണ്ഡിതനെ, കവിതയും അറിയും, ജ്യോതിശാസ്ത്രവും അറിയും, മെസ്മരിസവും അറിയും, ഒരാളെ കിട്ടിയിട്ട് ആ മുഹമ്മദിൻ്റെ അടുത്തേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് സംസാരിക്കാൻ വിട്ടാൽ വിശദീകരിച്ചുകൊണ്ടൊന്ന് കീഴ്പ്പെടുത്താൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ അവരിങ്ങനെ യോഗത്തിൽ ആലോചിക്കുകയാണ്. ആലോചിക്കുമ്പോൾ ഉത്ബത്ത് ബിൻ റബിയ പറഞ്ഞു, വല്ലാഹി ലഖദ് സമീതുൽ കഹാന, ജ്യോതിശാസ്ത്രം ഞാൻ കേട്ടിട്ടുണ്ട്, വശ്ശിഅറ, കവിതയും കേട്ടിട്ടുണ്ട്, വസ്സിഹ്റ, സിഹ്റും കേട്ടിട്ടുണ്ട്, ഞാനതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ, എന്നിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പം എല്ലാവരും പറഞ്ഞു, ഉത്ബയോട് ഉത്ബ നീ പോയിക്കോ, ഉത്ബത്ത് ബിൻ റബിയയോട് നീ പോയിക്കോ, എന്നിട്ട് സംസാരിച്ചിട്ട് വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് ചെന്നിട്ട് പറഞ്ഞു, വിളിച്ചിട്ടുകൊണ്ട് ഉത്ബ ചോദിച്ചു, യാ മുഹമ്മദ് അന്ത ഖൈറുൻ അം ഖുസയ്യ് ബിൻ കിലാബ്, നിങ്ങളാണോ ശ്രേഷ്ഠ വ്യക്തി, അതല്ല ഖുസയ്യ് ബിൻ കിലാബാണോ? ഉപ്പയെ പറ്റിയാണ്, ഉപ്പാപ്പയെ പറ്റിയാണ് ചോദിക്കുന്നത്. അന്ത ഖൈറുൻ അം ഹാഷിമുൻ, നിങ്ങളാണോ നല്ല ആള്, അതല്ല ഉപ്പാപ്പ ഹാഷിമാണോ? അന്ത ഖൈറുൻ അം അബ്ദുൽ മുത്തലിബ്, നിങ്ങളാണോ ഉത്തമൻ, അതല്ല അബ്ദുൽ മുത്തലിബാണോ? അന്ത ഖൈറുൻ അം അബ്ദുല്ലാ, നിങ്ങളാണോ നല്ല ആള്, അതല്ല ഉപ്പ അബ്ദുള്ളയാണോ? എന്തിനാ നിങ്ങൾ ഞങ്ങളെ ഇലാഹുകളെ കുറ്റം പറയുന്നത്, ഞങ്ങളെ പിതാക്കളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത്, ഞങ്ങളെ ദീനിനെ ആക്ഷേപിക്കുന്നത്? ഇതൊക്കെ പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ മൗനം പാലിച്ചു. പിന്നെ അയാൾ പറയുന്ന ശൈലി നോക്ക്, ഫൈൻ കുന്ത ഇന്നമാ തുരീദുർ റിയാസ, നേതൃപദവിയാണോ നിങ്ങൾക്ക് ആവശ്യം? അഖദ്നാ ഇലൈക അൽവിയതനാ, ഞങ്ങളെ പതാകകൾ മുഴുവനും നിങ്ങളെ മുന്നിൽ ഞങ്ങൾ പിടിച്ചു തരാം. ഫകുന്ത റഈസനാ മാ ബഖീത, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങളെ നേതാവായി നിങ്ങൾക്ക് ജീവിക്കാം, ഞങ്ങളത് പ്രഖ്യാപിക്കാം. എത്ര ഗോത്രവിഭാഗങ്ങളുണ്ടോ എല്ലാവരും പതാക പിടിച്ച് നിങ്ങളെ പിന്നിൽ നിൽക്കും, നേതാവായി നിങ്ങളെ പ്രഖ്യാപിക്കും. ജീവിതകാലം മുഴുവനും പിന്നെ നിങ്ങൾ നേതാവാണ്. അതല്ല വഇൻ കുന്ത തുരീദുൽ ബാഅ, നല്ല സുഖജീവിതം, വൈവാഹിക ജീവിതമാണോ ലക്ഷ്യമാക്കുന്നത്? സവ്വജ്നാക അശ്റ നിസാഇൻ മിൻ അയ്യി ബനാതി ഖുറൈശിൻ ശിഅത, ഏത് ഖുറൈശി പെണ്ണുങ്ങളെ വേണോ 10 നല്ല തരുണീമണികളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. സുന്ദരിമാരെ നിങ്ങൾ സെലക്ട് ചെയ്ത് പറഞ്ഞു തന്നാൽ മതി, അത് വിവാഹം ചെയ്തു തരുന്ന കാര്യം ഞങ്ങളേറ്റു, ആഗ്രഹം പൂർത്തീകരിച്ചു തരാം. വൈൻ കുന്ത തുരീദുൽ മാൽ, സമ്പത്താണോ ലക്ഷ്യമാക്കുന്നത്? ജമഅനാ ലക മാ തസ്തഗ്നി ബിഹി അൻത വഅഖബുക മിൻ ബഅദിക്, നിങ്ങളും നിങ്ങളുടെ കുടുംബ പരമ്പരയും ജീവിക്കാൻ മാത്രം മതിയാകുന്ന സമ്പത്ത് ഞങ്ങൾ ശേഖരിച്ചു തരാം. വൈൻ കാന ഹാദല്ലദീ യഅതീക റഅയം മിനൽ ജിന്നി, നിങ്ങൾ ഈ ഓതിക്കൊടുക്കുന്നതൊക്കെ ഏതോ ജിന്നിൻ്റെ ബാധയിൽ നിന്ന് വരുന്നതാണെങ്കിൽ, ജിന്ന് പറഞ്ഞിരുന്ന വിഷയമാണെങ്കിൽ, ഖദ് ഗലബ അലൈക ബദ്ലുനാ ലക അംവാലുനാ ഫീ ത്വലബി മാ തതദാവാ ബിഹി ഔ നഗ്ലിബു ഫീക, നിങ്ങളെ ചികിത്സിക്കാൻ വേണ്ട അത്രയും സംഖ്യ ഞങ്ങൾ സ്വരൂപിച്ച് വേണ്ടൊരു ചികിത്സകൻ്റെ അടുത്ത് നിങ്ങളെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്താം. ഒരു ജിന്ന് ബാധയാണെങ്കിലേ ഏതെങ്കിലും ജിന്നിനെ ചികിത്സിക്കുന്ന ആൾക്കാർക്ക് വേണ്ട ചിലവൊക്കെ ഞങ്ങൾ സ്വരൂപിച്ച് അതൊക്കെ ആൾക്കാരിൽ നിന്ന് സംഘടിപ്പിച്ച് ഒരാൾ ഇത്ര ദിർഹം, ഒരാൾ ഇത്ര ദിർഹം, ഇത്ര ദീനാറിന് വാങ്ങിയിട്ട് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് തന്നെ നടത്താം. എന്നാലും വേണ്ടിയില്ല, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മൗനം പാലിച്ച് സംസാരം ഉത്തുബ നിർത്തിയപ്പോൾ കഴിഞ്ഞോന്ന് ചോദിച്ചു. ആ കഴിഞ്ഞു എന്നാണ്. കഴിഞ്ഞില്ലേന്ന് വെച്ചു. കത് ഫറഖ്ത യാബൽ വലീദ്, കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. എന്നാൽ ഞാൻ കുറച്ചു നേരം ഞാനൊന്ന് പറയാം, നിങ്ങൾ കേൾക്കുമെന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടല്ലോ, നല്ല സുബൂറോടെ കേട്ടില്ലേ, ഒന്നും പ്രതികരിച്ചില്ലല്ലോ. നിങ്ങൾ പറയുന്ന തടസ്സമൊന്നും ഉണ്ടാക്കിയില്ല, ഇടയിൽ കയറി സംസാരിച്ചില്ല, കേട്ടില്ലേ? ഞാൻ കുറച്ച് പറയാം, അത് കേൾക്കുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം.
കിതാബും ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ ബശീറൻ വനദീറാ ഫഅറള അക്സറുഹും ഫഹും ലാ യസ്മഊൻ. സൂറത്ത് ഫുസ്സിലത്ത് ഇങ്ങനെ ഓതി 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 വന്ന് കുറേ വിഷയങ്ങൾ എണ്ണി പറഞ്ഞ ശേഷം ഫഇൻ അറളു, ഇതൊക്കെ പറഞ്ഞിട്ടും അവർ നെവർ മൈൻഡ് ആക്കുകയാണെങ്കിൽ പറഞ്ഞേക്കണം നബിയേ, അൻദർതുക്കും സ്വായിഖതൻ മിസ്ല സ്വായിഖത്തി ആദിൻ വസമൂദ്. നിങ്ങളെക്കാളും ആരോഗ്യവാന്മാർ, നിങ്ങളെക്കാളും സാമ്പത്തിക ഭദ്രതയുള്ള ആദ് സമൂദ് ഗോത്രക്കാർക്ക് ശിക്ഷ വന്നതുപോലെ നിങ്ങൾക്കും ശിക്ഷ വരും. താക്കീത് ചെയ്യുന്നു. ആ ആയത്തങ്ങോട്ട് കേട്ടപ്പോൾ നിൽക്കുന്ന എഴുത്തുബ, ഒരു ഭാഗത്ത് നിൽക്കുന്ന എഴുത്തുബ മുന്നിലേക്ക് ചാടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വായിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഇനി ബാക്കി ഓതല്ലി എന്ന് പറഞ്ഞു. ഇനി ബാക്കി ഓതല്ലി നബി, അത് കേൾക്കാനാവില്ല, ഇനി ബാക്കി ഓതല്ലി എന്ന് പറഞ്ഞു. ഇനി ഓതല്ലി എന്ന് പറഞ്ഞു. ഇത്രയും ഒരു 10-12 ആയത്ത് ഓതിയപ്പോഴേക്ക് അവൻ്റെ മനസ്സൊക്കെ കടന്ന് പിടച്ച് ബേജാറായാകെ. അങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ഇനി ഓതരുത് നബി, ഇനി ഓതല്ലി. നമ്മൾ കുടുംബക്കാരനല്ലേ, ഒരകന്ന ബന്ധമുണ്ടല്ലോ നമുക്ക്. നാശദഹുർ റഹ്മ, ഒരകന്ന ബന്ധം ഓർമ്മപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇനി ഓതരുത് എന്ന് പറഞ്ഞു. ഖുറൈശി നേതാക്കൾ കാത്തു നിൽക്കുന്നുണ്ട്. അവരിടേക്കൊന്നും പോകാതെ വേഗം പുരേ പോയി അവിടെ ഇരുന്നു. ആരിടേക്കും പോയില്ല. അബൂജഹൽ ചോദിച്ചു, പോയി അയാളെങ്ങാനും മതം മാറിയോ? അല്ല, എന്താ അയാളെ കാണാത്തത്? ഉത്തുബയെ കാണാത്ത എന്താ? ഉത്തുബയല്ലേ നമ്മൾ കാത്തിരിക്കുന്നത്? അബൂജഹൽ വീട്ടിലേക്ക് കയറി വന്നിട്ട് ചോദിച്ചു, സ്വബൗത്ത, നീ മതം മാറിയോ? അം അഅജബക തുആമുഹു, വല്ല സദ്യയും തന്നപ്പോൾ ആ സദ്യയിൽ നീ വീണുപോയോ? എന്താ പറ്റിയത്? ഭക്ഷണം കിട്ടിയിട്ട് നീ അതിൽ പെട്ടുപോയോ? ഇത് കേട്ടപ്പോൾ ഉത്തുബക്ക് കോപം വന്നു. ഉത്തുബ പറഞ്ഞു, അല്ല, ഇനി ഒരു കാലത്തും മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ പറയരുത്. ഒരു കാലത്തും ഞാൻ സംസാരിക്കാനിട്ട് പോകൂല. എന്തേ വിഷയം എന്നറിയോ? ഖുറൈശികളിൽ ഏറ്റവും നല്ല സമ്പന്നനാണ് ഞാൻ. പക്ഷേ ഞാൻ പല കഥകളും വിവരിച്ചു കൊടുത്തു, പല സംഭവങ്ങളും പറഞ്ഞു കൊടുത്തപ്പോൾ അജാബനീ ബിശൈഇൻ, എനിക്ക് ഉത്തരം തന്നത് ചില വചനങ്ങളെ കൊണ്ടാണ്. വല്ലാഹി മാ ഹുവ ബിശാരിൻ, അത് കവിതയല്ല, വലാ കഹാനത്തിൻ, ജ്യോതിശാസ്ത്രമല്ല, വലാ സിഹിരിൻ, സിഹ്റുമല്ല. എന്നിട്ട് ഈ ഓതിയ ഈ ഭാഗങ്ങളൊക്കെ ഓതിയിട്ട് പറഞ്ഞു, ആദ് സമൂദ് ഗോത്രക്കാർക്ക് ശിക്ഷ വരും പോലെ ശിക്ഷ വരുമെന്ന് പറഞ്ഞപ്പോ വായ പൊത്തിപ്പിടിച്ച് ഞാൻ വേഗം പോയതാണ്. നിങ്ങൾക്കറിയില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും പറഞ്ഞാൽ ലം യക്ദിബ്, അത് കളവാകൂലല്ലോ. പറഞ്ഞത് മുഴുവനും നടന്നിട്ടുണ്ടല്ലോ. ചരിത്രം അറിയില്ലേ? അദാബ് വരുമെന്ന പേടിയിൽ ഓടിപ്പോന്നതാണ്. പരിശുദ്ധ ഖുർആൻ അങ്ങോട്ട് കേട്ടപ്പോൾ അയാളെ മനസ്സ് ആകെ കിടുകിടാ പറിച്ചുപോയി. ഖുർആൻ കേൾക്കേണ്ടതുകളെ കേട്ടപ്പോൾ വഴിപ്പെട്ടു പോകരുത് എന്ന് അള്ളാഹുവിൻ്റെ തീരുമാനം. സമാധാനത്തിന് വേണ്ടി ഖുർആനാ തന്നത് നബിയെ. ഖുർആൻ ഓതിക്കൊടുക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കുക. ഒരിക്കലും മറ്റുള്ള ആളുകൾക്ക് വഴിപ്പെട്ടു പോകരുത്. വലാ തുതി മിൻഹും ആദിമൻ ഔ കഫൂറ, നന്ദി കെട്ട ആളുകൾക്ക് തങ്ങൾ വിധേയപ്പെട്ടു പോകരുത്. അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ വേണ്ടി വന്നോ, തങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കണം.